ഒന്നായി അവസാന ഭാഗം. രചന പവിഴമല്ലി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പുറത്ത് ഓണടിക്കുന്ന ശബ്ദം കേട്ടതും നിരഞ്ജൻ ഓടി വന്നു. ആ നീ വന്നു ഭൂമി, എനിക്കറിയായിരുന്നടാ നീ എൻ്റെ ഒപ്പം നിൽക്കുമെന്ന്. നിരഞ്ജൻ സന്തോഷത്തോടെ അവനെ പുണർന്നു. ഭൂമി ഒന്ന് ചിരിച്ചല്ല, ഒന്നും മിണ്ടിയില്ല. ഏതായാലും നീ കാറുകൊണ്ടുവന്നല്ലോ, നീയാണ് ഡാർലിംഗ്. നിരഞ്ജൻ ചിരിച്ചു. ഭൂമി ഒരു പുഞ്ചിരിയോട് അകത്തേക്ക് കടന്നു. നിരഞ്ജനെ പോലെ എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി ചെല്ലാൻ അവനും അവകാശമുണ്ടായിരുന്നു. നീ ഒരുങ്ങി വരാഞ്ചാ, നിരഞ്ജനെ റൂമിലേക്ക് പറഞ്ഞയച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പോയി. നിരഞ്ജൻ റൂമിലെത്തിയപ്പോൾ കാണുന്നത് തന്റെ അലമാരിൽ എന്തോ തിരയുന്ന വൈദ്യുവിനെയാണ്. അത് കണ്ടവനൊന്ന് ഞെട്ടി. അവൻ ഓടിയെത്തിയ ആളോടൊന്ന് മാറ്റി. നിനക്കെന്താ എന്റെ ഷെൽഫിൽ കാര്യം? അത് ഒന്നുമില്ല, ഞാൻ ഷർട്ട് എടുക്കാൻ. അവൾ പറഞ്ഞു. അവൻ തലയാട്ടി. എനിക്കുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം, പോകോ. അവൻ അലറിയതും അവൾ അവന് ദേഷ്യപ്പെട്ട് നോയിക്കൊണ്ട് മാറി നിന്നു. അവൻ ഫ്രഷ് ആവാൻ കയറിയെന്ന് ഉറപ്പായതും അവൾ ഭൂമിയെ വിളിച്ചു. ഏട്ടാ, രഞ്ജുവേട്ടൻ പോയി, എന്താ കാര്യം? അവൾ പതിയെ പറഞ്ഞു. ഭൂമി റൂമിലെത്തി. അത് ഞാൻ പറയുന്നിട്ട് വൈദ്യുമോളെ നീ ഞെട്ടരുത്. അവന്റെ സ്വരം ഇടറിയിരുന്നു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. കരയാൻ വെമ്മേൽക്കുന്ന അവന്റെ മുഖം കണ്ട് വൈദ്യുവിന്റെ ഉള്ളിൽ അപായമണി മുഴങ്ങി. എന്താ എന്താ ഏട്ടാ? അവന്റെ മുഖം സീരിയസ് ആണെന്ന് കണ്ടതും അവൾ ചോദിച്ചു. അവൻ വേഗം നിരഞ്ജന്റെ ഷെൽഫ് തുറന്ന് തപ്പിപ്പിടിച്ച് ഒരു ഫയൽ എടുത്തു. അതിലെ പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. വിറയാർന്ന കൈകളോടെ അവളത് വാങ്ങി. അത് നോക്കി അവൾ ഞെട്ടി. ഹോസ്പിറ്റൽ റിപ്പോർട്ട്. അതിലെ പേഷ്യന്റ് എന്ന സ്ഥാനത്തേക്ക് അവൾ നോക്കി. നിരഞ്ജൻ ഗോപാൽ. അവളുടെ ഭയം വർദ്ധിച്ചു. ഒപ്പം ഫയലിനോടുകൂടെ കുറെ ഗുളികകളും. ഇത്രയും ഗുളിക കഴിക്കാൻ മാത്രം എന്താ അസുഖയേട്ടന്? മനസ്സിൽ ചിന്തിച്ച് അവൾ മിടിക്കുന്ന ഹൃദയത്തോടെ ഡോക്ടറുടെ പേര് വായിച്ചു. ഓങ്കോളജിസ്റ്റ് നന്ദൻ. അത് കണ്ടതും അവളുടെ കയ്യിലെ റിപ്പോർട്ട് വിറകൊണ്ട് താഴേക്ക് വീണുപോയി. അവൾക്ക് തല കറങ്ങും പോലെ തോന്നി. തല പെരുത്തു വന്നു. തലയിൽ അമർത്തി പിടിച്ച് ഒരലർച്ചയോടെ വീഴാൻ പോകുമ്പോൾ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഭൂമിയുടെ കൈകൾ അവളെ താങ്ങിയിരുന്നു. ഈ രംഗം കണ്ടുകൊണ്ടാണ് നിരഞ്ജൻ അങ്ങോട്ട് വന്ന്. വൈദു! നിരഞ്ജൻ അലറി. എന്തിനാണ് ഈ ചതിയത്? എന്തിനാണ് നീ അവളോട് പറഞ്ഞ്? ദേഷ്യം നിയന്ത്രിക്കാനാവാതെ നിരഞ്ജൻ ഭൂമിയുടെ കോളൽ കുത്തിപ്പിടിച്ചു. ഭൂമി അവന് നിസ്സഹായനായി നോയിക്കൊണ്ട് വൈദുവിനെടുത്ത് ബെഡിൽ കിടത്തി. അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ച് അവളുടെ കവിളിൽ കൊട്ടി. വൈദു, മോളെ എണീക്കടാ മോളെ. ഭൂമി വൈദുവിനെ നോക്കി വിളിക്കെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഭൂമി! പിന്നിൽ നിന്നൊരു അലർച്ചയിട്ട് തിരിഞ്ഞോക്കിയ ഭൂമി കാണുന്നത് തലക്ക് കൈ കൊടുത്ത് താഴേക്ക് വീഴുന്ന നിരഞ്ജനെയാണ്. രഞ്ജ! ഭൂമി കരച്ചിലോടെ അലറി വിളിച്ചു. അവിടുത്തെ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന ലളിതയും ഗോപാലും കാണുന്നത് വൈദുവിനെ മടിയിൽ നിന്ന് മാറ്റി എണീറ്റ് നിരഞ്ജനടുത്തേക്ക് വരുന്ന ഭൂമിയെയും നിലത്ത് വീണെടുക്കുന്ന നിരഞ്ജനെയുമാണ്. രഞ്ജ, രഞ്ജ എണീക്കടാ, നിന്റെ ഡാർലിങ്ങളെ വിളിക്കുന്നു. രഞ്ജ! ഭൂമി അലറി വിളിച്ചുകൊണ്ട് അവന്റെ മുഖമെടുത്ത് മടിയിൽ വെച്ച് ഞെട്ടി. മൂക്കിൽ നിന്ന് രക്തത്തുള്ളികൾ. തല ഉയർത്തി നോക്കിയതും ഗോപാലൻ ലളിത അരികിലേക്ക് ഓടിയെത്തിയിരുന്നു. മോനെ, എന്താ എന്താ രണ്ടാക്കും പറ്റിയത്? കരയുന്ന ശബ്ദത്തിൽ ലളിത ചോദിച്ചു. അമ്മേ, ഞാൻ പറയാം, ആദ്യം ഇവരെ പിടിക്കും, ഹോസ്പിറ്റലിൽ പോവാം. എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചതും അവരെല്ലാം താഴെ കാറിലിരുത്തി. ഭൂമി വണ്ടിയെടുത്തു. ഭൂമി വേഗം, കുട്ടിയോള്! ലളിത പറഞ്ഞു. ഭൂമി വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി. കണ്ണു തുറക്കുമ്പോൾ വൈദ്യു ഹോസ്പിറ്റൽ ബെഡിലാണ്. കയ്യിൽ ട്രിപ്പ് വിട്ടിട്ടുണ്ട്. ഒരു നിമിഷം എന്താണ് സംഭവിച്ചെന്ന് ഓർത്തെടുത്തും അവൾ ചാടി എണീറ്റു. രഞ്ജുവേട്ടാ! അലറി വിളിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എണീറ്റു. കയ്യിലെ ട്രിപ്പ് വലിച്ചൂരി എണീറ്റ് നേഴ്സ് ഓടി വന്നു. കുട്ടി, ഇവിടെ കിടക്ക്. എന്റെ ഏട്ടനെവിടെ? എനിക്കിപ്പൊ കാണണം. ആൾ നേഴ്സിന്റെ കയ്യിൽ നിന്ന് കുതറി. അപ്പോഴാണ് ലളിത അങ്ങോട്ട് വന്ന്. മോളെ വൈദു! അവർ കണ്ണീരോടെ വിളിച്ചു. മോൾ അവിടെ കിടക്ക്. ഇല്ലാമേ, എന്റെ രഞ്ജുവേട്ടനെവിടെ? എനിക്ക് കാണണം. അവൻ നമ്മളെല്ലാം പറ്റിക്കായിരുന്നു മോളെ. എല്ലാവരെയും പറ്റിച്ചു. ഞങ്ങളെല്ലാം വിഡ്ഢിയാക്കി മോളെ. കയ്യിൽ മുഖം ചേർത്ത് അവർ പൊട്ടിക്കരഞ്ഞു. അമ്മേ! അവൾ കരച്ചിലടക്കി വിളിച്ചു. അവൻ ഐസിയില്ല മോളെ. എനിക്ക് കാണണം അമ്മേ. മോള് വാ. അവൾക്ക് നേരെ വീൽ ചെയർ നീക്കി കൊടുത്തു. മെല്ലെ അതിലേക്ക് അവളെ പിടിച്ചിരുത്തി. നേഴ്സിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവർ റൂമിന് പുറത്തേക്ക് പോയി. അമ്മേ, രഞ്ജുവേട്ടൻ, അവന് ബ്ലഡ്. ബാക്കി പറയാനാവാതെ അവൾ വിതുമ്പിക്കരഞ്ഞു. അവൾക്ക് കാര്യം മനസ്സിലായതും അവളും കരഞ്ഞുപോയി. അപ്പോഴാണ് അവൾ അവിടെ നിന്ന് കണ്ണീർ വാർക്കുന്ന ഭൂമിയെ കണ്ടത്. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഭൂമിയേട്ടാ, സത്യമാണോ? എന്റെ ഏട്ടന് ബ്ലഡ് ക്യാൻസർ ആണോ? മറുപടി ഒരു മൂളലായിരുന്നു. എന്നിട്ട് എന്താ ഞങ്ങളോട് ഒരു വാക്ക് പോലും മിണ്ടാതിരുന്നു? എന്തിനാ പൊട്ടിയാക്കിയത്? അപ്പൊ ഇതായിരുന്നോ രഞ്ജുവേട്ടൻ എന്നോടുള്ള അകൽച്ച കാരണം? ചോദിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് തേങ്ങൽ ഉതിർന്നു വന്നു. അതേ മോളെ, അതായിരുന്നു കാരണം. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലായിട്ടല്ല മോളെ. നീ പറയാറില്ല ഇടയ്ക്ക് എന്നോട്, നിന്റെ രഞ്ജുവേട്ടൻ്റെ മനസ്സിലൊരു കോണിലെങ്കിലും നീ ഉണ്ടാവുമെന്ന്. ഒരു കോണിലല്ല, ആ നെഞ്ച് മുഴുവൻ നീ മാത്രം വൈദു.
ആ വാക്കുകൾ അവളുടെ ചെവിയിൽ തിരമാല പോലെ ആഞ്ഞു കയറി. ആ നെഞ്ചു മുഴുവൻ നീ മാത്രമാണ് വൈദു. അത് വീണ്ടും വീണ്ടും കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഭൂമിയേട്ടാ. അതെ മോളെ. പറയുമ്പോൾ ഭൂമിയുടെ കണ്ണും കലങ്ങിയിരുന്നു. എന്നിട്ട് ഇതിന്റെ പേരിലാണ് ഏട്ടൻ ജീവിതം മുഴുവൻ കൂടെ കാണുന്ന ആ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ ഞാൻ. എന്നിട്ടും എങ്ങനെയാണെങ്കിലും ഏട്ടൻ്റെ കൂടെ ഒന്ന് ജീവിച്ചാൽ മതി എന്ന് ആശിച്ചവളല്ലേ ഞാൻ. എന്നിട്ടും എന്നോട് എന്തേ പറയാതിരുന്നത്? കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ട് കൈകളാൽ ആ കണ്ണീര് ഒപ്പിയെടുത്തു. എൻ്റെ ഏട്ടനെവിടെ? അവൾ ഗദ്ഗതത്തോടെ ചോദിച്ചു. അവനോട് കിടക്കുക മോളെ, ബോധം തെളിഞ്ഞിട്ടില്ല. തെളിഞ്ഞാ പറയുന്ന ഡോക്ടർ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എൻ്റെ ഏട്ടൻ്റെ മനസ്സ് മുഴുവൻ ഞാനാണെന്നോ? എന്നിട്ട് ഇതിൻ്റെ പേരിൽ എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? അവൾ ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോൾക്ക് ഞങ്ങൾ മോളെ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടോ മോളെ? ഗോപാൽ അവിടെ അടുത്തിരുന്ന് ചോദിച്ചു. ഇല്ല ഗോപച്ച, ഒരിക്കലും ഇല്ല. അവൾ കണ്ണീരോടെ തലയാട്ടി. ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു മോളെ അവൻ ഇങ്ങനെയൊന്ന്. പറയുമ്പോൾ ലളിതയും കരഞ്ഞുപോയി. മെല്ലെ കണ്ണുനീർ തുടച്ചു. ഭൂമി അവർ നോക്കി. അവൻ അവരുടെ അടുത്ത് വന്നിരുന്നു. അവൻ നിങ്ങൾ മാത്രമല്ല, എന്നെ വരെ കൂടുന്നവൻ പറ്റിച്ചു കളഞ്ഞു. ഭൂമിയിടറിയ സ്വരത്തിൽ പറഞ്ഞു. അവൻ കണ്ണുടച്ച് പറഞ്ഞു തുടങ്ങി. മോളെ, അവൻ നിന്നെ ഇഷ്ടപ്പെട്ട കഥയുടെ മുമ്പ് വേറൊരു കഥയുണ്ട്. അവന് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു മോളെ. പ്രിയ, അതായിരുന്നു അവളുടെ പേര്. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു. ഭൂമി പറഞ്ഞു കേട്ട് അവളുടെ ഉള്ളിലെ നീറ്റിലുണ്ടായി. തനിക്ക് വീണ്ടും ഏട്ടനെ നഷ്ടപ്പെടുമോ? ഇല്ല, ഏട്ടന്റെ മനസ്സിൽ ഞാനേ ഉള്ളൂ, ഞാൻ മാത്രം. അവൾ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. ഭൂമി അത് മനസ്സിലാക്കിയെങ്കിലും പറയാൻ തുടങ്ങി. അവൻ തന്നെ ഇഷ്ടപ്പെട്ടതാ അവളെ. ഒത്തിരി ഇഷ്ടമായിരുന്നു അവന്, ജീവനായിരുന്നു. ഞങ്ങളൊപ്പം പഠിച്ചു തന്നെയാണ്. അവൻ പ്രണയം തുറന്നു പറഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവർക്കിടയിൽ കരടായത് ഞാനായിരുന്നു. ഞാൻ രഞ്ജുവിനോട് മിണ്ടാവുമ്പോഴേക്കും പ്രിയയുടെ മുഖം കടന്നിലെത്തും. അത് മനസ്സിലാക്കി ഞാൻ മാറി നിൽക്കുമെങ്കിലും രഞ്ജൻ സമ്മതിക്കില്ല. വൈദ്യുവിനറിയാലോ ഞങ്ങൾ ഇന്നും നിലയും തുടങ്ങിയ ബന്ധമല്ലെന്ന്. കുട്ടിക്കാലം മുതൽ ഒപ്പായിരുന്നില്ലേ? കൂട്ടൊന്നുമില്ലാതെ ഒറ്റക്കിടന്ന് അവനെ കൂടെ കൂട്ടിയത് ഞാനായിരുന്നു. പിന്നെ അവൻ തന്നെയായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, കൂട്ടുകാരൻ, അല്ല കൂടപ്പിറപ്പായിരുന്നു. ഞങ്ങൾ തമ്മിൽ വിളിക്കുന്ന പോലും ഡാർലിംഗ് എന്നായിരുന്നില്ലേ? പെട്ടെന്ന് ഒരുത്തി ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞേക്കണമെന്ന് വിചാരിച്ച വിഷമമുള്ളത് തന്നെയാണ്. പക്ഷെ അവന് വേണ്ടി, അവൻ്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ അവനോട് അവിടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം അവർ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇടയിൽ ചെന്ന പ്രിയനോട് ദേഷ്യപ്പെട്ടു. ആകെ കുറച്ച് സമയം സഞ്ജുവിനെ അടുത്തിട്ട് അപ്പോഴേക്കും വന്നോളൂ, നാശം പിടിക്കാൻ. അത്രയും പറഞ്ഞു എനിക്ക് എന്തോ പോലെയായി. ഞാൻ സോറി പറഞ്ഞു പോകാൻ നിന്നും രഞ്ജൻ എന്നെ പിടിച്ചു വെച്ചിരുന്നു. എന്നിട്ട് അവൻ എന്നെ ചേർത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല പ്രിയ, നിനക്ക് വേണ്ടി എനിക്ക് എൻ്റെ ജീവനെ ഉപേക്ഷിക്കാനാവില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഭൂമി കഴിഞ്ഞിട്ടേ എനിക്ക് നീ ഉള്ളൂ പ്രിയ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് വെച്ചത് ഇവനായിട്ടുള്ള കൂട്ട് ഉപേക്ഷിക്കാനെന്ന് ഞാൻ തയ്യാറല്ല പ്രിയ. നീ തീരുമാനിക്കുക. ഭൂമി എൻ്റെ കൂടെ ഉണ്ടാവും എന്നും, അതിലൊരു മാറ്റവും. നിനക്ക് ഇവനെ എൻ്റെ കൂട്ടുകാരനായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ബന്ധം നമുക്ക് മുന്നോട്ടുണ്ടായാൽ മതി. രഞ്ജന ഒന്ന് തറപ്പിച്ച് പറഞ്ഞു. ഏയ് രഞ്ജ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ ചുമ്മാതിരി ഭൂമി, തീരുമാനിക്ക് നീ എന്ത് വേണമെന്ന്. അതും പറഞ്ഞ അവൻ ദേഷ്യത്തിൽ എൻ്റെ കൂടെ വന്നു. പക്ഷെ അടുത്ത ദിവസം അവളുടെ തീരുമാനത്തിൻ്റെ പറയുന്നോണം കണ്ടത് അവൾ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ തോളിൽ കൈയിട്ടിക്കുന്ന. അതുകൊണ്ട് രഞ്ജൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും അവൻ കരുതിയിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ നെഞ്ചുമായിരുന്നു പിടച്ച്. ഞാൻ കാരണമല്ലേ രഞ്ജ എന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പുറത്തടിച്ചു. നല്ല ഭൂമി, എന്നെയും ഭൂമി എൻ്റെ കൂട്ടുകാരനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളെ മതി ഈ നിരഞ്ജൻ്റെ ലൈഫ് പാർട്ണറായിട്ട്. അവൾക്ക് എന്നോടുണ്ടായിരുന്ന ആത്മാർത്ഥ പ്രണയമൊന്നായിരുന്നില്ല. ഞാൻ അതോർത്ത് സമ്മതിച്ചോളാം. പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് അവൻ പറയുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ കരയുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. പക്ഷെ അവനവളെ മറക്കാൻ കഴിയായിരുന്നില്ല. എപ്പോഴും അവളുമായിട്ടുള്ള നിമിഷങ്ങൾ ഓർത്ത് ചിരിക്കും. അത് കണ്ടപ്പോൾ പൊട്ടിയത് എൻ്റെ നെഞ്ചായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റം വന്ന് നിന്നെ കണ്ടപ്പോഴാണ് വൈദു നീ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ. അവനൊന്ന് നെടുവീർപ്പെട്ടു. വൈദു അവനെ കേട്ടിരുന്നു, ഒപ്പം മറ്റുള്ളവരും. നിന്റെ അച്ഛൻ സുരേന്ദ്രൻ്റെ ബിസിനസ് പാർട്ണറായിരുന്നില്ലേ ഗോപച്ചൻ? അങ്ങനെ അവൻ പഠിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അവനും ഓഫീസിൽ പോകാൻ തുടങ്ങി. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരുന്നു. അങ്ങനെ നിന്റെ അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛനും മറ്റു സ്റ്റാഫിനും പ്രിയപ്പെട്ടവനായിട്ട് ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി. അന്നു മുതൽ നിന്റെ അച്ഛൻ്റെ വായിന്ന് കേൾക്കാൻ തുടങ്ങിയതാ വൈദുമോൾ എന്ന പേര്. അതാരാന്ന് അവൻ ചോദിച്ചു. എൻ്റെ മോളാ, വൈദേഹി എന്നാ പേര്. ഞങ്ങളുടെ വൈദു ഒരു പാവാ. എന്നും ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന കാത്തിരിക്കും. കൊച്ചു പിള്ളേരെ പോലെയാ അവള്. വീട്ടിലാളൊരു പുലിയാണെങ്കിലും പുറത്ത് പൂച്ചക്കുട്ടിയാ. അവൾക്ക് സ്വന്തം എന്ന് കരുതുന്നവരുടെ അധികാരത്തോടെ അവൾ പെരുമാറൂ. പുഞ്ചിരിയോട് അത്രയും നിന്റെ അച്ഛൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നൊരു ഭാവമായിരുന്നു നിരഞ്ജന്റെ മുഖത്ത്. പിന്നെ ഓഫീസിലെപ്പോഴും നിന്റെ അച്ഛന് പറയാനുള്ളത് നിന്റെ പുരാണം മാത്രം. ആ ഓർമ്മയിൽ ഭൂമി ഒന്ന് ചിരിച്ചു. നീ അവിടെ പോയത് ഇവിടെ പോയത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വേണ്ട, സകല കാര്യങ്ങളും വന്ന് പറയും. എല്ലാം നല്ലത് മാത്രം. എനിക്ക് ഇയാളെ ഇഷ്ടമൊക്കെ തന്നെയാണ്. അതിനിങ്ങനെ തള്ളേണ്ട കാര്യമുണ്ടോ? രഞ്ജു അപ്പൻ്റെ ചെവി ചോദിച്ച കാര്യമായിരുന്നു അത്. ഞാനുണ്ടായിരുന്ന അവൻ്റെ കൂടെ. ഞാനും ചിരിച്ചുപോയി.
പിന്നെ അങ്ങനെ ദിവസങ്ങൾ പോകെ എല്ലാ ദിവസവും കേട്ട് വൈദേഹി എന്ന വൈദ്യ നിരഞ്ജന്റെ ഏതൊരു കോണിൽ അന്ന് സ്ഥാനം പിടിച്ചിരുന്നു. ആദ്യം നിന്റെ കഥ കേട്ടാ ദേഷ്യം പിടിച്ചിരുന്നവൻ അതിനുവേണ്ടി മാത്രം ഓഫീസിൽ വരുന്നവനായി എന്ന് പറയുന്നവൻ ശരി. അപ്പോഴാ നിന്റെ അച്ഛൻ നാളെ നിന്നെ കൊണ്ടുവരാന്ന് ഒരു ദിവസം പറഞ്ഞു. അന്നെന്തോ അവന് നല്ല സന്തോഷമായിരുന്നു. പക്ഷെ നിന്നെ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഒപ്പം ഞാനും. നീ വീൽ ചെയറിലാണ് ഇരിക്കുന്നതെന്ന കാര്യം മാത്രം നിന്റെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്ന കണ്ടിട്ടാ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. വൈദ്യുവിന്റെ ഓർമ്മ അന്നത്തെ ദിവസത്തേക്ക് പോയി. നോക്കണ്ട മോനെ, ഇവൾക്കൊരു പരിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കോളേജിന്റെ 2ാം നിലയിൽ നിന്ന് വീണതാ. ആദ്യം സംസാരമൊന്നും ഇല്ലായിരുന്നു മോനെ, മിണ്ടാതെ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് പഴയ പോലെ നടക്കാനാവില്ല. അത് കാരണം എൻ്റെ കുട്ടിയുടെ വലിയ വലിയ സ്വപ്നങ്ങൾ വരെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. ട്രീറ്റ്മെൻറ്റില്ല. അത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമെന്ന വിശ്വാസം. വൈദ്യുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു. ഭൂമി നിരഞ്ജനം നടുങ്ങി നിൽക്കുകയായിരുന്നു. താൻ അകലേക്ക് മറയുമ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന രഞ്ജുവേട്ടന്റെ രൂപം എന്തോ ഒരാഴത്തിൽ മനസ്സിൽ പതിഞ്ഞിരുന്നു. അതിനുശേഷം അവൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു മോളെ. ഭൂമിയുടെ വിളിയേട്ട് അവൾ ചിന്തയിൽ നുഴന്നു. ആണോ എന്ന നേരത്തിൽ അവനെ നോക്കി. അവൻ പോലും അറിയാതെ അവന്റെ നോട്ടം നിന്നിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു വൈദ്യു. അത് ഞാനും ശ്രദ്ധിച്ചാ മോളെ. അവൻ തന്നെ എന്നോട് പറഞ്ഞു നീ ആയിട്ടൊരു സൗഹൃദം വേണമെന്ന്. അവൻ ആദ്യം മസിൽ പിടിച്ച് നടന്ന് നീ ഇങ്ങോട്ട് വന്ന് മിണ്ടുവോ നോക്കാനാ. എവിടെ, അതുണ്ടായില്ല. അത് കണ്ടതും അവൻ തന്നെ വന്ന് കുട്ടിയോട് മിണ്ടി. അങ്ങനെ ആ മിണ്ടലും പരിചയത്തിലേക്ക് നയിച്ചു. പിന്നെ ഇടയ്ക്ക് അവനും നീയൊക്കെ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാൻ തുടങ്ങി. പോകുമ്പോൾ പറയും, ഡാർലിംഗ് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോവാട്ടോ. അപ്പം ഞാൻ പറയും, പ്രണയിനെന്ന് പറയടാ. ചിരിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ പോകും. ആ മൗനത്തിൽ നിറഞ്ഞെന്ന സന്തോഷം ഉണ്ടായിരുന്നു, പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ വന്നപ്പോൾ അവൻ പോലും അറിയാതെ അവൻ പ്രിയെ മറന്നു. അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു. നിന്റെ കാലിൻ്റെ കാര്യമൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അവന്. അവൻ പറയും, അവള് നടക്കൂടാ, ഉറപ്പായിട്ട് നടക്കും. ഇനി അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും അവളെ ഞാൻ കൈവിടില്ല. അവളെ എൻ്റെ സ്വന്തം. ഒരു ദിവസം അറിയാതെ വായിന്ന് വീണതാ. ഞാൻ എന്തോ ചോദിച്ചപ്പോൾ പിന്നെയാണ് അവന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഞാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയിരുന്നു. അവന് നിന്നോട് ഇത്ര പെട്ടെന്ന് പ്രണയം തോന്നിയില്ലെങ്കിൽ അതിശയായിരുന്നു. എൻ്റെ സംശയം അവനോട് ഞാൻ പങ്കുവെച്ചു. അപ്പോൾ അവൻ പറഞ്ഞെന്താണെന്നറിയോ? ഏയ് പ്രണയം ഉണ്ടാവും അങ്ങനെ 100 വർഷമൊന്നും വേണ്ടടാ. ഒരു സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡ് മതി. എനിക്കവളോട് പ്രണയമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞ് ചിരിച്ച എൻ്റെ രഞ്ജന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ അവൻ തുടങ്ങി നിന്റെ പുരാണം. അവിടെ ആ ചിരിയുണ്ടല്ലോ, മയിൽപീലി കണ്ണ്, കുഞ്ഞിച്ചുണ്ട്, ആ നുണക്കുഴി വിളരുന്ന ചിരി, കുസൃതി ഒളിപ്പിച്ച നോട്ടം. ഇതൊക്കെയാണ് അവന് നിന്നിലേക്ക് അവൻ പോലും അറിയാതെ അടുപ്പിച്ചെന്ന് പറയും. രാത്രി പോലും എനിക്ക് ചെവിക്കൊരു സ്വൈര്യം തരില്ല. ഭയങ്കര പ്രണയം കൊണ്ട് നദി ഒഴുകിയായിരിക്കും. പിന്നെ അവൻ നിന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവർക്കും നീയും പ്രിയപ്പെട്ടവളായി മാറി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ നിനക്ക് അവന് ഇഷ്ടമാണെന്ന് നീ പറയാതെ പറഞ്ഞിട്ടുണ്ട് അവനോട്. അവനത് മനസ്സിലാക്കി എന്നോട് വന്ന് പറയുകയും ചെയ്തു. ഒരുപാട് സന്തോഷിച്ചു. നിലത്തൊന്നും അല്ലായിരുന്നു അവൻ. പക്ഷേ ആ സന്തോഷം അധികം നാളേക്ക് ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ദിവസം തലവേദന വന്ന് അവൻ തലറിങ്ങി വീണപ്പോഴായിരുന്നു. അത് നിങ്ങൾ ഡോക്ടർ പോയി കണ്ടു. അത്രയും ശക്തമായിരുന്നു തലവേദന. അന്ന് എൻ്റെ അവൻ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി. ഭൂമി ആ ദിവസം ഓർത്തെടുക്കാൻ തുടങ്ങി. ഡോക്ടർ തന്നെ സംശയം പറഞ്ഞപ്പോൾ നിരഞ്ജൻ നടുക്കത്തോടെ വിളിച്ച്, റിലാക്സ്, ഞാൻ സംശയം പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ഹോർമോണിൻ്റെ എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ മരുന്നും തന്നു. അങ്ങനെ ആശ്വാസത്തോടെ അന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഭൂമി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. മുത്തശ്ശൻ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അവൻ തന്നെയായിരുന്നു. പക്ഷെ അവനപ്പോൾ ഒന്നും മിണ്ടിയില്ല. നിന്നോട് ഇഷ്ടമാണെന്ന് കല്യാണത്തിന് അന്നേ പറയുമെന്ന് പറഞ്ഞു. അതുവരെ സർപ്രൈസ് ആയിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അതാണ് അവൻ അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച്. പക്ഷെ വീട്ടുകാരെല്ലാം കരുതിയത് പ്രിയെ മറക്കാത്തോണ്ടാണെന്നാ. അവനതൊക്കെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച ആ സുദിനം വന്നെത്തി. രഞ്ജന്റെയും വൈദ്യുവിന്റെയും കല്യാണം. അതിന്റെ തലേ ദിവസമാണ് മുത്തശ്ശൻ മരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആ കല്യാണം കാണാൻ ആഗ്രഹിച്ച വ്യക്തി. പക്ഷേ അതിന് മുത്തശ്ശന് യോഗം ഉണ്ടായില്ല. മുത്തശ്ശൻ മരിച്ചതും എല്ലാവരും തകർന്നു. ഏറ്റവും കൂടുതൽ തളർന്ന രഞ്ജനായിരുന്നു. നിരഞ്ജന്റെ എല്ലാ വാശിയും കൂട്ടുനിൽക്കുന്ന, ആഗ്രഹമെല്ലാം നിറവേറ്റുന്ന അവന്റെ സ്വന്തം മുത്തശ്ശൻ. അവൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ച് പ്രിയ പോയെന്ന് പോലും അവൻ ഇത്രയ്ക്ക് ഡിസ്റ്റർബ് ആയിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ തകർത്തു മുത്തശ്ശന്റെ മരണം. നിന്നെയും തകർത്തു. അങ്ങനെ അവൻ ആദ്യത്തെ ദിവസം ആരോടും മിണ്ടിയില്ല. അവനെന്നല്ല, ആരോടും മിണ്ടാൻ നിന്നു. മുത്തശ്ശൻ പോയ ആ ഷോക്ക് താങ്ങാനാവാൻ നിന്നു. എന്നാലും പിറ്റേന്ന് കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടന്നു. വൈദ്യുവിന്റെ ജാതകത്തിൽ അങ്ങനെ നടക്കണമെന്നായതുകൊണ്ട് മാത്രം കല്യാണം നടന്നു. ഒരു മരണ വീട് പോലെയായിരുന്നു കല്യാണ വീട്. താലി കിട്ടുന്ന ഒരു ചെറിയ ചടങ്ങ് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് രഞ്ജു വീണ് തലറിങ്ങി വീഴുന്നത്. ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചു. പ്രാർത്ഥിച്ചാണ് കെയർ ചെയ്ത് ഒന്നും വരുത്തില്ലേ എന്ന്. അന്ന് ഞങ്ങൾ പോയപ്പോഴാണ് ആ സത്യം തിരിച്ചറിഞ്ഞു. അവന് ക്യാൻസർ ആണെന്ന്, അതും ബ്ലഡ് ക്യാൻസർ. അപ്പോൾ അവൻ മാത്രമേ അകത്തേക്ക് കയറിയുന്നുള്ളൂ. വന്നിട്ട് അവൻ പറഞ്ഞ്
അല്ല, അവനല്ല പറഞ്ഞു, അവൻ്റെ കണ്ണുകളായിരുന്നു. വന്ന് എന്നൊരു കെട്ടിപ്പിടുത്തമായിരുന്നു. എൻ്റെ ഷോൾഡർ നനഞ്ഞപ്പോഴാണ് അവൻ കരയാണെന്ന് സത്യം ഞാൻ മനസ്സിലാക്കിയത്. രഞ്ജ, ഭൂമി പോയടാ. എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ വൈദ് എല്ലാം പോയടാ എന്നും പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ എൻ്റെ രഞ്ജൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവൻ്റെ വാക്കിട്ട് ഞെട്ടിയ ഞാൻ ഉൾക്കിടലത്തോടെ ചോദിച്ചു, എന്താന്ന്? എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ക്യാൻസർ എന്ന മഹാമാരി പടർന്നു തുടങ്ങി ഡാർലിംഗ്. രഞ്ജ വിശ്വസിക്കാനാവാതെ വിളിച്ചു. അതേന്നവൻ കണ്ണീരോടെ തലവിലുക്കി. ഇനി എൻ്റെ അഭിനയം ഞാൻ യാഥാർത്ഥ്യമാക്കാണ് ഭൂമി. ഞാൻ വൈദ്യുവിനോട് വെറുപ്പെന്ന പോലെ പെരുമാറും, പറ്റില്ലെന്നറിയാം. പക്ഷേ ഈ ഭാരം അവളുടെ മേലെ ചുമത്തില്ല ഞാൻ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവളെന്നെ വെറുക്കണം. ഞാൻ മരിച്ചാലും അവൾ മറ്റൊരു കല്യാണത്തിന് തയ്യാറെടുക്കണം. രഞ്ജാ, നോ, അങ്ങനെയൊന്നും പറയലേടാ. സങ്കടം സഹിക്കാനാവാതെ അവൻ എൻ്റെ വാബുത്തി പിടിച്ചു. ക്യാൻസർ ബാധിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവനെയും കൊണ്ട് മൂളി. സാരില്ലടാ, എത്ര പേർക്കുണ്ടടാ അസുഖം, ചികിത്സിച്ച് ഭേദാകുന്നവരില്ലേ, ഇതും ശരിയാവൂടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു മോളിൽ മാത്രമായിരുന്നു അവൻ്റെ മറുപടി. അങ്ങനെ ഞാൻ അവന് ഇതിനെ നീ അതിജീവിക്കണമെന്ന് പഠിപ്പിച്ച് ധൈര്യം കൊടുത്തു. പക്ഷേ അപ്പം തന്നെ അവൻ എന്നെ പറ്റിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വൈദു. ഒരിറ്റി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്ന് താഴേക്ക് പതിച്ചു. ഏട്ടാ, അവൾ കാര്യറിയാൻ പതുക്കെ തേങ്ങലടക്കി വിളിച്ചു. അവന് ക്യാൻസർ ബാധിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പം തന്നെ അവൻ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു മോളെ. ഇനിയിപ്പോൾ അവസാന സ്റ്റേജിലേക്ക് കിടക്കാൻ ഇനിയിപ്പോൾ എത്ര നാളുണ്ടെന്ന് എനിക്കറിയില്ല വൈദു. കരച്ചിലൊത്ത വാക്കുകളോടെ പറഞ്ഞു നിർത്തുമ്പോൾ വൈദു അവൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീണ സത്യത്തിൽ ഞെട്ടിത്തെരിച്ചു പോയി. വിശ്വസിക്കാനാവാതെ അവളുടെ ശരീരമാകെ വിറങ്ങലിച്ചു പോയി. അപ്പോഴും അവളുടെ ഉള്ളിൽ ഉരുവിട്ടത് ഒരു നാമമായിരുന്നു, നിരഞ്ജൻ, രഞ്ജുവേട്ടൻ. വൈദു ആപ്പൊത്തി പിടിച്ചു. കരച്ചിലടക്കാനാവുന്നില്ല. കണ്ണുകൾ തോരാ മഴ പോലെ പെയ്തിറങ്ങി. അവൾ ഭൂമി പറഞ്ഞു വന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്, കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടന്നിരുന്നു. അന്ന് സന്തോഷിക്കാത്ത മുത്തശ്ശന്റെ മരണം കൊണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഷോക്കിലൊന്നും മിണ്ടാൻ വന്നതുമില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒന്നും മിണ്ടാതെയായപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ ചെന്നത്. അന്ന് പൊട്ടിത്തെറിച്ച് എങ്ങോട്ടോ പോയത് ഓർമ്മയുണ്ട്. വന്നപ്പോൾ ആകെ തളർന്നു ഭ്രാന്തനെ പോലെ കരയുന്ന നിരഞ്ജന്റെ മുഖം അവളുടെ ഉള്ളിൽ മിന്നിമാഞ്ഞു. അപ്പൊ ഇതായിരുന്നു എന്തിനു വേണ്ടി? ഭൂമിയേട്ടനോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ല രഞ്ജുവേട്ടാ നിങ്ങൾക്ക്? അവളുടെ ഉള്ളം തേങ്ങി. പക്ഷെ പെട്ടെന്ന് അവളെന്ത് ഓർത്തു. ഇല്ല, പാടില്ല, താനിവിടെ തളരാൻ പാടില്ല. തിരിച്ചു വേണം എനിക്ക്. എൻ്റെ ഏട്ടൻ എനിക്ക് വേണം. അതിന് ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ നിൽക്കണം. സമയം വൈകിട്ടില്ല. ഇനിയും അറിയണം എന്തിനാ ഏട്ടനോട് പോലും മറച്ചു വെച്ചെന്ന്. ഇത്രയേറെ എന്നെ സ്നേഹിച്ച ഏട്ടന് എൻ്റെ കൂടെ ജീവിക്കാൻ എന്തുകൊണ്ട് ആശയില്ലാത്തതെന്ന്. ട്രീറ്റ്മെൻ്റ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. ജീവിക്കാൻ ധൈര്യം പകരണം. കൊണ്ടുവരും രഞ്ജുവേട്ടാ. ദേ വൈദുവാ പറയുന്നേ. കണ്ണീരോട് അവൾ സ്വയം പറഞ്ഞു. പിന്നെ വാശിയോടെ കണ്ണുകൾ അവൾ തുടച്ചു മാറ്റി. വേഗം വീൽ ചെയറുമായി ICUവിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് പോയി. പുറകെ തന്നെ ഭൂമിയും. എന്നാൽ ഈ പറഞ്ഞെല്ലാം ഗോപാലും ലളിതയും കേട്ടിരുന്നു. അവരുടെ കണ്ണ് നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. തങ്ങൾ വിചാരിച്ചു വെച്ചെല്ലാം തെറ്റായിരുന്നു. എല്ലാം ആ ഓർമ്മയിൽ അവരുടെ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണീർ താഴേക്ക് പതിച്ചു. എൻ്റെ രഞ്ജുവേട്ടന് ബോധം തെളിഞ്ഞോ ഡോക്ടർ? വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ഡോക്ടറെ കണ്ട് വൈദു പ്രതീക്ഷയോടെ ചോദിച്ചു. ബോധം തെളിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാൻ വന്നു തന്നെയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ നന്ദൻ പറഞ്ഞു. എന്നാൽ അകത്തേക്ക് കയറിക്കോളൂ, ഒരാൾ മാത്രം. വൈദു ഭൂമിയെ നോക്കി. അവൻ പൊക്കോയെന്ന് കണ്ണുകൊണ്ട് കാണിച്ചതും തലയാട്ടിക്കൊണ്ട് അവൾ വീൽ ചെയറുമായി അകത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കണ്ടു കയ്യിൽ ട്രിപ്പുമിട്ട് ഗ്ലൂക്കോസ് കയറ്റിക്കെടുത്തിരിക്കുന്ന നിരഞ്ജനെ. അവൾ അവൻ്റെ അടുത്തെത്തി. രഞ്ജുവേട്ടാ? അവളുടെ വിളിയിൽ അവൻ മേലെ തലചരിച്ച് പിടിച്ച് അവളെ നോക്കി. ഏട്ടാ? അവൾ അവൻ്റെ കയ്യിൽ കോർത്ത് പിടിച്ചു. ഇവിടെയും സ്വസ്ഥതയില്ലല്ലേ? അവൻ മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ കണ്ണുകൾ കൂർത്തു. ഇനിയും ആരെ കാണിക്കാൻ ഈ അഭിനയം രഞ്ജുവേട്ടാ? അത് ചോദിക്കുമ്പോൾ ഒരു മാത്രം അവിടെ കണ്ണു നിറഞ്ഞു പോയിരുന്നു. ആ നിരഞ്ജന ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചു. അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. എല്ലാം എന്നാൽ എല്ലാം. അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവൾ പറഞ്ഞു. അവൻ ഞെട്ടിത്തിരിച്ചു അവളെ നോക്കി. അതേ നേരത്തിൽ അവൾ കണ്ണീരോടെ തലയാട്ടി. ആ നിരഞ്ജന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ഇനി എന്തിനായിട്ട് ഈ അവഗണന? വേണ്ട ഇത്. ഇനി ദിവസങ്ങളോളം മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ അവശേഷിക്കൂ. എന്നെ എന്തിനാ പറ്റുക? വേണ്ട. ഭൂമി പറഞ്ഞില്ല സ്വപ്നമാണെന്ന് കരുതി മറന്നേക്കണം വൈദു. എനിക്ക് വേണ്ടി നിന്റെ ലൈഫ് നശിപ്പിക്കരുത്. സമയം ഇനിയും വൈകിട്ടില്ല രഞ്ജുവേട്ടാ. മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ ഏട്ടനെ. അവളുടെ സ്വരത്തിൽ ദൃഢത നിറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ അല്ലല്ലോ വൈദു. അവസാന സ്റ്റേജിൽ എത്തണമെന്നൊന്നുമില്ല മരിക്കാൻ. ഇപ്പൊ 2ലേക്ക് കടന്നാണല്ലേ? പുഞ്ചിരിയോടാൻ ചോദിച്ചും വൈദു ഞെട്ടിത്തരിച്ചു. എന്താ രഞ്ജുവേട്ട ഈ പറയുന്നത്? 2ലേക്കോ? അപ്പൊ ഏട്ടനറിയില്ലേ ഏട്ടൻ 3ാമത്തെ സ്റ്റേജിലാണെന്ന്? പിന്നെ എങ്ങനെ? ആളുടെ ഉള്ളിൽ ടെൻഷൻ നിറഞ്ഞു. എന്താ നീ ഞെട്ടി? നിരഞ്ജൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലകുലുക്കി. ഇന്നേനെ ട്രീറ്റ്മെന്റുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അവിടെ കിടന്നാൽ മതി കേട്ടോ. അവൾ ഭീഷണി സ്വരത്തിൽ പറഞ്ഞു. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ വൈദു? നിരഞ്ജൻ പറഞ്ഞതും അവൾ അവന്റെ വാപത്തി. ഞാൻ പറഞ്ഞ നടത്തും.
അതിൽ തലയിടാൻ വേണ്ട മിസ്റ്റർ നിരഞ്ജൻ, കേട്ടോ? ദേഷ്യത്തിൽ അതും പറഞ്ഞു പോകുന്ന അവളെ കണ്ട് അവൻ അന്തം വിട്ട് നോക്കി നിന്നു. എന്നാൽ അടുത്ത നിമിഷം അവന്റെ കണ്ണ് നിറഞ്ഞു. ഡോക്ടർ തനിക്ക് വിധി എഴുതിയത് ഇനി ദിവസങ്ങൾ മാത്രം. അതുവരെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്നൊരു മാത്രം തോന്നിപ്പോവുക. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കിടന്നു. ഭൂമിയേട്ടാ? വൈദ്യു പുറത്തെത്തിയത് അവനെ വിളിച്ചു. നീ കണ്ടവനെ? ഭൂമി ആകാംക്ഷയോടെ ചോദിച്ചു. കണ്ടു. എന്തു പറഞ്ഞു? അവളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പോഴും പിടിതരുന്നില്ല അല്ലേ? സാരല്ല, പിടിതരും. അതിനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ട്രീറ്റ്മെന്റാണ് പ്രധാനം. നമുക്ക് പെട്ടെന്ന് തന്നെ കീമോക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. ഒരു നിമിഷം വൈകരുത്, ഭൂമി പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴും അവന്റെ ഉള്ളിൽ സംശയം ഉദിച്ചിരുന്നു. നിരഞ്ജൻ 3ാമത്തെ സ്റ്റേജാണെന്ന് അവൻ അറിയില്ലേ എന്ന്. പിന്നെ അവനെ ടെൻഷൻ ആക്കേണ്ടെന്ന് കരുതി ഭൂമിയൊന്നും പറഞ്ഞില്ല. പിന്നെ കീമോക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് നിരഞ്ജനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനിപ്പോൾ ക്ഷീണം മാറി എണീറ്റ് നടക്കും. എന്നാൽ ഇടയ്ക്കൊരു ക്ഷീണമാണ്. വീട്ടിലെത്തിയിട്ട് അവൻ വൈദ്യുവിനോട് അകൽച്ച കാണിച്ചു. അത് വൈദ്യുവിനെ കണ്ണീരിൽ കുതിർത്തി. അവളുടെ കണ്ണീരുണ്ടെങ്കിൽ അത് നടിച്ചില്ല. അത് കാണാൻ ഭൂമിക്ക് നന്ദി ദേഷ്യം വന്നിരുന്നു. രഞ്ജ, നിനക്കല്പം കൂടുന്നുണ്ട്. പാവം, അത് എത്രമാത്രം പ്രതീക്ഷിക്കുന്ന അറിയാം നിന്റെ സ്നേഹം. അറിയാഞ്ഞിട്ടല്ലടാ, ഞാൻ പോയി അവൾക്ക് സങ്കടം വരാതിരിക്കാനാ. നിരഞ്ജൻ പറഞ്ഞിരുന്ന നിമിഷം ഭൂമിയുടെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞുപോയി. ഡാർലി. നിരഞ്ജന്റെ കണ്ണുകൾ വികസിച്ചു. ഇതുവരെ തമാശക്കല്ലാതെ ഭൂമി നുള്ളി നോവിച്ചിട്ട് പോലുമില്ല അവനെ. അതേടാ, ഞാൻ നിന്നെ ആദ്യമായിട്ട് തല്ലി. അല്ല, നീ എന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു. എടാ, നീ ഇങ്ങനെയൊക്കെ ചിലക്കുന്നുണ്ടല്ലോ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാനും പോകുന്നു. അവള് ഹാപ്പി ആയിട്ടൊരു ജീവിതം തുടങ്ങുന്നു. എന്നാ കേട്ടോ, അവൾക്ക് ഒരിക്കലും നിന്നെ വിട്ടൊരു ജീവിതം ഉണ്ടാവില്ല. നീ പോയ അവള് വേറെ ലൈഫ് തുടങ്ങും, അല്ലേ? അവള് നിന്റെ ഓർമ്മയിൽ ഉരുകി ജീവിക്കും. നിന്റെ അവഗണനകളും സന്തോഷങ്ങളും ഓർത്ത് അവൾ ദിവസങ്ങൾ കഴിച്ചു കൂട്ടും. അവളെ കൊണ്ട് വേറെ വേളി ആരും കഴിപ്പിക്കില്ല. അവളുടെ അച്ഛന് പ്രധാനം അവളുടെ സന്തോഷം മാത്ര. അതിനപ്പുറമൊന്നും അദ്ദേഹം ചിന്തിക്കില്ല. അത് വേണോ? പിന്നെ നീ ലൈഫിൽ തിരിച്ചു വന്നാ നിനക്ക് അവളെ ശരിക്കും അംഗീകരിക്കാൻ കഴിയോടാ? കുറ്റബോധം കാരണം മോത്ത് പോലും നിനക്ക് നോക്കാൻ കഴിയില്ല. അപ്പോഴും അകൽച്ച തന്നെ. ഈ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും അവളോട് നല്ല രീതിയിലൊന്ന് പെരുമാറിക്കൂടാ നിനക്ക്. അവളിടാ അവള് കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. ഇന്നലെ കൂടെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു, ഏട്ടനെന്നും പറഞ്ഞു. ഇനിയെങ്കിലും അതിനൊന്നും മനസ്സിലാക്കട്ട, അതിനൊന്ന് സന്തോഷിപ്പിക്കുക. കരച്ചിലോടെയായിരുന്നു ഭൂമി പറഞ്ഞു നിർത്തിയത്. നിരഞ്ജന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. താൻ എത്ര വലിയ തെറ്റാണ് ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നെന്ന കുറ്റബോധം മനസ്സിനെ പിടിച്ചു കീറി. ഭൂമി പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. അവൻ നെഞ്ചു നുറുങ്ങുന്ന വേദനയോടെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തങ്ങൾ പറയുന്നെല്ലാം കേട്ട് കണ്ണീർ വാർക്കുന്ന വൈദ്യുവിനെ അവൻ കണ്ടത്. മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ അവൾക്കരിയിലേക്ക് ചുവടുവെച്ചു. വൈദ്യു. എന്തുകൊണ്ടോ അവന്റെ ശബ്ദം വിറച്ചു പോയിരുന്നു. അവൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. വൈദ്യു, ഞാൻ നിന്നോട് ചെയ്ത എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. നമുക്ക് അസുഖം വരുമ്പോൾ അകലുകയല്ല വേണ്ടത്. അവർക്ക് വീണ്ടും ജീവിക്കാനുള്ള ജീവനുള്ള കാലം ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഞാനിതൊന്നും അറിയാൻ നിന്നെ അവഗണിച്ചു. നിനക്ക് വേണ്ടിയായിരുന്നു. നീ ഞാൻ പോയാൽ വിഷമിക്കരുതെന്ന് കരുതി മാത്രം. എൻ്റെ പ്രണയം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നു. എൻ്റെ മനസ്സാക്ഷി തന്നെ വഞ്ചിച്ചു വൈദ്യു. തെറ്റായിരുന്നു, കൊടും പാപമായിരുന്നു. പൊറുക്കുക ഈ പാപിയോട്. ആ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. രഞ്ജേട്ടാ, അവൾ തേങ്ങലോടെ വിളിച്ചു. അരുതെന്ന് കണ്ണുകൾ കൊണ്ട് വിലക്കി. മുട്ടുകുത്തിയിരുന്ന അവന്റെ മുഖം അവൾ കയ്യിലെടുത്ത് അവനെ നെറ്റിയിൽ ചുംബിച്ചു. ഭൂമി അപ്പോഴേക്ക് എസ്കേപ്പായിരുന്നു. മാപ്പ് പറയരുത്, എൻ്റെ ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു കേട്ടോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ മുഖവും വാടി. പക്ഷേ ഇനി എൻ്റെ കൂടെ വേണമെന്നും എന്നും വൈദ്യുള്ളിടത്തോളം കാലം നിരഞ്ജൻ ഉണ്ടാവും. രഞ്ജേട്ടാ, എത്രത്തോളം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ജീവൻ നിലനിൽക്കും. അത്ഭുതങ്ങൾ വരെ സംഭവിച്ചേക്കാം. എൻ്റെ ഏട്ടൻ എന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലേ? മറുപടി പറഞ്ഞ് അവന്റെ കണ്ണുകൾ നിറച്ചുകൊണ്ടായിരുന്നു. അവൾ അത് വിരലാൽ ഒപ്പിയെടുത്തു. കൂടെ ഉണ്ടാവില്ലേ ഇനിയെന്നും? അവനവളെ കെട്ടിപ്പിടിച്ചു. അവളും കരച്ചിലോട് അവൻ ആഞ്ഞു പുണർന്നിരുന്നു. നിരഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചു. കണ്ണിലെ കണ്ണീരൊപ്പി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. തന്റെ പാതി കൊടുക്കുന്ന പ്രണയത്താൽ തീർത്തുള്ള ആദ്യ ചുംബനം. ഇതുവരെ മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം പുറത്തു വരികയായിരുന്നു. കഴിയുന്നില്ല വൈദ്യു, ഇനിയോ അവഗണിക്കാൻ. നിന്റെ പ്രണയം ഞാൻ ഒത്തിരി കുതിച്ചതാ. പക്ഷെ എൻ്റെ വിധി അതിനെ നിന്നിൽ നിന്ന് അകലാൻ പ്രേരിപ്പിച്ചു. അല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നിന്റെ വിഷമം അറിയാഞ്ഞിട്ടുമല്ല. ഒരുപക്ഷെ അവൻ വീണ്ടും കരയാൻ തുടങ്ങി. ഇല്ല രഞ്ജുവേട്ട, ഒരിക്കലുമില്ല. ഏട്ടനെ ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കില്ല. ഇഷ്ടമാണോ എന്നെ? അത് മാത്രം പറ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതേന്ന് തലയാട്ടി. എന്നാ പറ. എന്ത്? നിരഞ്ജൻ അവളെ നോക്കി. ഐ ലവ് യു എന്ന് കുറുമ്പോട് അവൾ പറഞ്ഞു. അവളുടെ ഭാവം കണ്ട് അവന് ചിരി വന്നു പോയി. അവളുടെ മുഖത്തെ കുറുമ്പുകൾ അവൻ ആസ്വദിച്ച് നിന്നു. വൈദ്യു, ഐ ലവ് യു. നിർത്തി അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. പ്രണയത്തോടെ ആ മിഴികളിലേക്ക് അവൾ ഉറ്റുനോക്കി. അവന്റെ കണ്ണുകളിലും പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ഇത്രയുമായിട്ടും ആ കണ്ണിലെ പ്രണയം കാണാതെ പോയതിൽ വൈദ്യുവിന് സങ്കടം തോന്നി.
ഇത് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷിക്കായിരുന്നു രഞ്ജുവേട്ട. പരിഭവത്തോടെ അവൾ അത് പറയുമ്പോൾ കണ്ണൊരു മാത്രം വിതുമ്പിയെന്ന് തോന്നി അവന്. ഞാൻ നിന്നോട് മുമ്പ് ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് വൈദു, പക്ഷെ നീ അതറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. സൗമ്യമായ ചിരിയോടെ കണ്ണിൽ കുസൃതി ഒളിപ്പിച്ച് അവൻ പറഞ്ഞതും അവൾ കാര്യം അറിയാതെ നോക്കി. സത്യമായിട്ടും എപ്പോ? ഞാൻ വീട്ടിൽ നിന്നെ കൊണ്ടുപോകുന്നതും എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നതെല്ലാം ഇഷ്ടത്തോടെ തന്നെയായിരുന്നു വൈദു. മുത്തശ്ശി കാണുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന നീ പറയില്ലേ, അത് അഭിനയമല്ലായിരുന്നടാ, എന്റെ പ്രണയമായിരുന്നു. പക്ഷെ നീ അത് അറിയരുതെന്ന് തോന്നി എനിക്ക്. മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇതിനു വേണ്ടി മനഃപൂർവ്വം നിന്നെ കൊണ്ടുപോയിട്ടുണ്ട്, അപ്പോഴെങ്കിലും സ്നേഹത്തോടെ പെരുമാറാൻ ഓർത്ത്. പക്ഷെ അതെല്ലാം ഞാൻ എൻ്റെ അഭിനയം എന്ന മൂടുപടത്തിൽ ഒതുക്കി. ഒന്നും ഇഷ്ടമല്ലായിട്ടല്ലായിരുന്നിടി, പേടിയായിരുന്നു. നിന്നിലെ പ്രണയത്തിൽ അകപ്പെട്ടാൽ ഞാൻ പിരിഞ്ഞു പോയാൽ നിനക്ക് താങ്ങാൻ കഴിയില്ലെന്ന പേടി. എല്ലാം അതിനു വേണ്ടിയായിരുന്നു മോളെ. പക്ഷേ വീണ്ടും നീ എന്നെ തോൽപ്പിക്കുക സ്നേഹം കൊണ്ട്. ഭൂമിയോട് അങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ നീയായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തോ നിന്നെ പിന്നോട്ട് വലിച്ചെടുക്കുന്ന പോലെ. പക്ഷെ അകലുന്ന കൂടുതൽ വേദന നൽകുമെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയില്ല വൈദു. നിരഞ്ജൻ പദം പറഞ്ഞ് കണ്ണീരൊപ്പി. ഇനിയും കരയാനുള്ള ഭാവമാണെന്ന് കണ്ടതും വൈദു വേഗം ട്രാക്ക് മാറ്റി. ഇനി ഇത് പറഞ്ഞാലും കരഞ്ഞാലേ ഈ വൈദേഹി ആരാണെന്ന് ശരിക്കും അറിയും. തുറിച്ച നോട്ടത്തോടെ അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി. വേണ്ട. അവൻ ആൾക്ക് നേരെ ചിരിയോടെ കയ്യോങ്ങിയതും അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു. പക്ഷേ വൈദു, ഈ പ്രണയം എന്ന് പറയുന്നത് ബന്ധനമല്ലേ? ഒരാളുടെ മേൽ മാത്രമുള്ളൊരു ബന്ധനം, അയാളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ലോകം. അല്ല രഞ്ജുവേട്ട, ബന്ധങ്ങൾ കൂടെ എളുപ്പം ബന്ധനമായി തോന്നും ചിലർക്ക്. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോഴാണ് ബന്ധങ്ങളുടെ വില മനസ്സിലാവുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന ഒരു ജീവൻ പോലെയാണ്. എൻ്റെ ഓരോ ശ്വാസവും രഞ്ജുവേട്ടന് മാത്രമാണ്. എൻ്റെ ഹൃദയം തുടികൊട്ടുന്നത് ഈ പ്രണയത്തിന് വേണ്ടിയാണ്. അതെൻ്റെ സന്തോഷമാണ്. അത് മാത്രമാണ് എൻ്റെ ജീവിതം. നിരഞ്ജനില്ലെങ്കിൽ വൈദേഹിയില്ല. അവൾ പറയുന്നവൻ കൗതുകത്തോടെ കേട്ടിരുന്നു. ഇനി അവളിൽ നിന്ന് തനിക്കൊരു തിരിച്ചുപോക്ക് അസാധ്യമാണെന്ന് നിരഞ്ജൻ മനസ്സിലാക്കി. അതോർത്ത് അവനിലൊരു പുഞ്ചിരി വിടർന്നു. അതേ പുഞ്ചിരിയോടെ അവൻ അവളെ നെഞ്ചോട് ചേർത്തു. ദിവസങ്ങൾ കടന്നുപോയി. നിരഞ്ജന്റെ ചെക്കപ്പ് കഴിഞ്ഞു. അവന്റെ ശരീരത്തിലും മുടി കൊഴിഞ്ഞുപോയി. ശരീരം തളർച്ച ബാധിച്ചു തുടങ്ങി. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കുറച്ചൊക്കെ ശരിയായി. ഒപ്പം പ്രണയവും വളർന്നു. ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയം അവൻ അവളിലേക്ക് പകർന്നു നൽകി. അറിയാതെ അവന്റെ ജീവന്റെ ഭാഗമായി തീർന്നിരുന്നവൾ. ഡോക്ടറുടെ വാക്കുകൾ ഓർമ്മ വന്നു. നിരഞ്ജന ഇടയ്ക്ക് കരച്ചിൽ വരും. തനിക്കിനി അധികാരം ഇല്ലോ എന്നോർത്തു. പക്ഷെ അവന്റെ ചിന്തകളെല്ലാം അവൾ മാറ്റിയെടുത്തു. അവന് ആത്മധൈര്യം നൽകി. ഇടയ്ക്ക് സങ്കടപ്പെടുമ്പോൾ ഞാനുണ്ട് കൂടെയെന്നും കൂട്ടിനെന്നും പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കാൻ അവളെ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും അവന്റെ കൂടെ ആയിരിക്കും അവൾ. ഒരു മിനിറ്റ് പോലും അകന്നു നിൽക്കില്ല. ഇതിനകം തന്നെ രേണു തന്നോട് പറയാൻ ആഗ്രഹിച്ച് നിരഞ്ജൻ പഴയ പ്രണയമാണെന്ന് വൈദുവിനോട് പറഞ്ഞിരുന്നു. നിരഞ്ജൻ ഇപ്പോൾ വൈദുവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവൻ ഇനിയും ജീവിക്കാനുള്ള ആശ കൊടുത്ത അവളായിരുന്നു. നിരഞ്ജന്റെ മനസ്സിൽ പ്രണയത്തിൽ മുഖ്യസ്ഥാനം നേടിയവൾ. അവന്റെ മാത്രം പാതി വൈദേഹി, നിരഞ്ജന്റെ മാത്രം വൈദു. അങ്ങനെ മരുന്നെല്ലാം കഴിച്ചു പോന്നു. പിന്നെ നിരഞ്ജന് വീണ്ടും തലകറക്കം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇനി ഏതാനും ദിവസങ്ങളെ അവൻ ഈ ഭൂമിയിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിരഞ്ജന്റെ കണ്ണുകൾ അത് കേട്ടും കണ്ടും നിറഞ്ഞു. ഇനി കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും ഇനിയും ജീവിക്കാൻ ഒരുപാട് ആശിക്കുന്ന പോലെ. അതിന് കാരണം വൈദു തന്നെയായിരുന്നു. അവൻ സ്വയം മനസ്സിന് ധൈര്യം നൽകി. ഇല്ല, ജീവിക്കും ഞാൻ. ആശയുണ്ട് എനിക്ക് ഒത്തിരി. എൻ്റെ വൈദുവിൻ്റെ കൂടെ ഒരു ആയുസ് മുഴുവൻ ജീവിക്കാൻ. അധികമൊന്നും വേണ്ട ദൈവമേ, കുറച്ചു കാലം കൂടി വേണം എനിക്ക്. അവളുടെ സന്തോഷവും പ്രണയം അനുഭവിച്ച് ഇന്നിവിടെ കഴിയാൻ തോന്നുക. ആ മനസ്സിലൊരു വിട്ടു. ഡോക്ടർ പറഞ്ഞിട്ട് വൈദ്യുവിന് നന്നേ ദേഷ്യം വന്നിരുന്നു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. പേടിക്കരുത് രഞ്ജുവേട്ട, ഏട്ടൻ ജീവിതത്തിലേക്ക് വരും. കഴിയും, ഏട്ടനെ കഴിയും. അവനതിന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കൈ കവർന്നു. അത് മതിയായിരുന്നു അവൾക്ക് അവനും ധൈര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ. പെട്ടെന്ന് നിരഞ്ജന് മുഖം വേദനിക്കുന്ന പോലെ തോന്നി. വൈദു, അവൻ മെല്ലെ വിളിച്ചപ്പോൾ അവൾ നോക്കി. അവൾ ഒരു മാത്രം തരിച്ചുപോയി. മൂക്കിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തത്തുള്ളികൾ. രഞ്ജുവേട്ടാ! പെട്ടെന്ന് ഭൂമി അവിടെ അലർച്ചയിട്ട് അങ്ങോട്ട് വന്നു. തളർന്നിരിക്കുന്ന രഞ്ജനെ കണ്ട് ഭൂമി ഞെട്ടി. രഞ്ജ! ഭൂമി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തെത്തി. അവനെ ചേർത്ത് പിടിച്ചു. വൈദു പോ! ഭൂമി നിരഞ്ജനെ താങ്ങി പറഞ്ഞു. വൈദു മനസ്സിലാതെ അവനെ നോക്കി. എങ്ങോട്ടേട്ടാ? ഇവിടെ തന്നെയല്ലേ ഡോക്ടർ? ഇല്ല വൈദു, ഇനി ഇവിടെ വേണ്ട. എത്രയായി ഇവിടെ? എന്നിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ചെറിയ മാറ്റില്ലാതെ രഞ്ജൻ തളരുക. വേറെ ഹോസ്പിറ്റൽ കാണിക്കാം, വാ. അവന്റെ സ്വരത്തിൽ നിസ്സഹായതയും വിഷമവും നിറഞ്ഞിരുന്നു. പക്ഷെ ഏട്ടാ, ഇപ്പൊ ഇതിന് സമയമുണ്ടോ? അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. ഉണ്ടോ, കുറച്ചപ്പുറം പോയ ഒരു ഡോക്ടറുണ്ട്. വലിയ ഡോക്ടറാ. ഒരുപാട് പേരെ ചികിത്സിച്ച് ഭേദാക്കിയ ആളാ. നമുക്ക് വേഗം പോവാം. വൈദു, കം ഫാസ്റ്റ്. ഭൂമി നിരഞ്ജനെയും താങ്ങിക്കൊണ്ട് വണ്ടിയിലേക്ക് നടന്നു. വൈദു വീൽ ചെയർ കൂട്ടി അവിടെ എത്തിയിരുന്നു. ഭൂമി നിരഞ്ജനെ വണ്ടിയിൽ കിടത്തി. വൈദുവിനെ കാറിലേക്ക് കയറ്റിയിരുത്തി. അവൾ എങ്ങനെയൊക്കെയോ ഇരുന്ന് അവന്റെ മുഖം മടിയിലേക്ക് എടുത്തു വെച്ചു. അവനപ്പോൾ മയങ്ങുകയായിരുന്നു. അവൾ പ്രണയത്തോടെ അവനെ നോക്കി. ആ നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചു. ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും എൻ്റെ ഏട്ടൻ്റെ കൂടെ എന്നെയും കൂട്ടണേ ദൈവമേ. അതായിരുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ കണ്ണീരോടെ മന്ത്രിച്ച്. എങ്കിലും ദീർഘായുസ് നൽകാൻ അവൾ ഉള്ളിരികെ പ്രാർത്ഥിച്ചിരുന്നു.
ഭൂമി കഴിയുന്ന വേഗത്തിൽ വണ്ടി വിട്ടു. വൈദ്യവും വേഗം വിടിയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി സ്ട്രക്ചറിൽ കിടത്തി നിരഞ്ജനെ കൊണ്ടുപോയി. ഡോക്ടർ പ്രസാദിന്റെ റൂമിന് മുമ്പിൽ അക്ഷമയോടെ ഭൂമിയും വൈദ്യവും കാത്തിരുന്നു. അതിലേറെ അവരിൽ ടെൻഷൻ നിറഞ്ഞിരുന്നു. നിരഞ്ജനെ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ഡോക്ടർ രണ്ടാളെ അകത്തേക്ക് വിളിച്ചു. അത് ഞാൻ പറയുന്നിട്ട് നിങ്ങൾ രണ്ടാളും ഞെട്ടരുത്. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും രണ്ടുപേരുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഹിസ് മെമ്മറി ഹാസ് ബീൻ ലോസ്റ്റ്. വാട്ട്? ഓർമ്മ നഷ്ടപ്പെട്ടെന്നോ? ഭൂമി ഇരുന്നിടത്ത് ചാടി എണീറ്റു. ഏയ് അല്ല, ഞാൻ പറയട്ടെ, റിലാക്സ്. അത് നിരഞ്ജന്റെ ഒരാഴ്ചത്തെ ഓർമ്മ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. ഇപ്പോഴല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയുള്ള ഒരാഴ്ചത്തെ ഓർമ്മ അവന്റെ ബ്രെയിനിലില്ല. എന്തോ ഗുളിക കഴിച്ചാണ്. ഡോക്ടർ പറഞ്ഞു കേട്ടവൻ ഞെട്ടിത്തരിച്ചു. നോ ഡോക്ടർ, അവനൊരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഗുളിക കഴിക്കില്ല. ആദ്യത്തെ പകപ്പുമാറിയും ഭൂമി എണീറ്റെന്ന് പറഞ്ഞു. അറിയില്ല മിസ്റ്റർ, അതേക്കുറിച്ചൊന്ന് അന്വേഷിച്ചേക്കും. പിന്നെ ഇയാൾക്ക് ആവശ്യമില്ലാത്ത കുറേ മരുന്നുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് അതിനുള്ള ആന്റി ടാബ്ലറ്റ് നൽകി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പ് വൈദ്യു അലറി. ഇതെല്ലാം കേട്ട് വൈദ്യവും ഭൂമി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ആവശ്യമില്ലാത്ത മരുന്നുകളോ? അതെങ്ങനെ? ഡോക്ടർ നന്ദന്റെ മുഖം വൈദ്യുവിന്റെ ഉള്ളിലൂടെ പാഞ്ഞു. എന്തൊക്കെയോ ടെൻഷൻ അയാളുടെ മുഖത്തുള്ള പോലെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അയാൾ തങ്ങളെ ചതിക്കുകയായിരുന്നോ? ആളുടെ ഉള്ളിൽ ചോദ്യം ഉയർന്നു. അത് ഈ മെമ്മറി ലോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ യെസ്, അതെ, അയാൾ ചതിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആളുടെ ഉള്ളിൽ കോപത്തിന്റെ അഗ്നി ജ്വലിച്ചു. പക്ഷെ കുറച്ച് എമൗണ്ട് വരും അതിന്. ശരീരത്തിൽ അണുബാധ കൂടിയിട്ടുണ്ട്, ഇൻഫെക്ഷനാണ്, അത് രക്തത്തിലെത്തിയിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ആവണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു സർജറി നടത്തണം. അതിനുള്ള എമൗണ്ട് കുറച്ച് കൂടുതലാവും. പണം പ്രശ്നമില്ല ഡോക്ടർ, എത്ര തുകയായാലും വേണ്ടില്ല. അവന്റെ ജീവനെ ഞങ്ങൾക്ക് വലുത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ. അവന്മാർ ഡോക്ടർ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ആശങ്ക ഉദിച്ചിരുന്നു. തന്റെ മനസ്സിലുള്ള വൈദ്യവനോട് പറഞ്ഞതും അവന്റെ ഭാവം മാറി. അയാളെ എനിക്കൊന്ന് കാണണം വൈദ്യു. ആർക്ക് വേണ്ടി എന്റെ രഞ്ജന അയാൾ ബലിയാടാക്കാൻ നോക്കിയെന്ന്. ദേഷ്യത്തോടെ മുഷ്ടിയിട്ടി പിടിച്ചുകൊണ്ട് ഭൂമി പോകുമ്പോൾ അവിടെ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്തിനാണ് ഈ ചതിയത്? പറയാ. ഭൂമി നന്ദന്റെ കോളർ പിടിച്ച് അലറി. ഭൂമി ഹോസ്പിറ്റലിൽ നേരെ പോയത് ഒരു കെട്ടിടത്തിലേക്കാണ്. എന്നിട്ട് ഡോക്ടർ നന്ദന്റെ ഫോണിലേക്ക് വിളിച്ചു. എനിക്കൊരു സഹായം ചെയ്യാമോ? ചെയ്തു തരികയാണെങ്കിൽ 1 lakh rupees നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അയാൾ അവിടെ എത്തി. കെട്ടിടത്തിൽ ഭൂമിയെ കണ്ടതും അയാളൊന്ന് ഞെട്ടി. തിരിഞ്ഞോടാൻ നിൽക്കും മുമ്പേ ഭൂമി അയാളെ പിടിച്ചെടുത്തടിച്ച് തുടങ്ങിയിരുന്നു. അവസാനം ക്ഷീണിതനായപ്പോൾ അവനെ അയാൾ അവിടെ കെട്ടിയിട്ടു. ഭൂമി ചോദിച്ചപ്പോൾ ഇല്ലെന്ന് അയാൾ പറഞ്ഞു. നീ പറയില്ലല്ലേ? ഭൂമി അവന്റെ കൈത്തണ്ടയിൽ കാലുകൊണ്ട് അമർത്തി. പ്രാണൻ മുന്നിൽ കണ്ട അയാൾ ഒടുവിൽ സമ്മതിച്ചു. പറ, എന്താണ് സത്യം? പറ. കുഴഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു തുടങ്ങി. അത് നിരഞ്ജന് ക്യാൻസർ വന്നിട്ട് കുറച്ചായി. പക്ഷെ ആദ്യമായിട്ട് വന്ന അന്നേരം അവൻ 3ാം സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഞാനപ്പോൾ പറഞ്ഞു, തുടങ്ങുന്നേ ഉള്ളൂ, ചികിത്സിച്ച് ഭേദാക്കാന്ന്. അങ്ങനെ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു തുടങ്ങി. നിങ്ങളിപ്പോൾ തന്നെ ഒരുക്കങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാരണം പറഞ്ഞ് ഞാനത് നീട്ടി. മാത്രമല്ല, നിരഞ്ജന മരുന്നുകളെല്ലാം വേദന കൂട്ടാനുള്ള തളർത്തുന്നതായിട്ടുള്ള മരുന്നുകളായിരുന്നു. ഒപ്പം മാനസികമായിട്ട് അധികാരമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു. അതോടെ അവൻ ജീവിക്കാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷെ അവൻ നിരഞ്ജൻ അത് മനസ്സിലാക്കി. അവനെ ഞാൻ ചതിക്കുന്നതെന്ന് സത്യം അവൻ ഫോണിലൂടെ പറയുന്നത് കേട്ടറിഞ്ഞു. അന്ന് അവന് ഞാൻ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ആവുന്ന ഒരു ഡോസ് കൊടുത്തു. അതോടെ അതവൻ മറന്നു. പറഞ്ഞിരുന്ന ഭൂമി കലിയോടെ അയാളെ എടുത്ത് വീണ് തല്ലി തുടങ്ങി. കയ്യിൽ കിട്ടുന്ന അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടിയാ? ആർക്ക് വേണ്ടി? അതെനിക്ക് അറിയേണ്ടത്. ഭൂമി അയാളുടെ ഷർട്ടിൽ പിടിച്ചു. അത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവനോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ചോദിക്കുന്ന പൈസ തരാന്ന്. അപ്പം ഞാൻ അയാളുടെ വാക്കുകൾ മുറിഞ്ഞു. ആ പടം പേര് പറയും. ഭൂമി അലറി. അമലജ്. അമലജ്? ഞെട്ടലോടെ ഭൂമിയുടെ ചുണ്ടുകൾ ഉരുവിട്ടു. അവനൊരു നിമിഷം പാഴാക്കാതെ നന്ദൻ അവിടെ പൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി. അപ്പോൾ അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യ അവിടെ കണ്ണു നട്ട് കാത്തിരിപ്പുണ്ട്. അവൻ വേഗം അവിടെ അടുത്തേന്നു. രഞ്ജൻ, ഏട്ട ഓപ്പറേഷൻ തിയേറ്ററിലാ. ഈ ഓപ്പറേഷൻ സക്സസ് ആവണം, അല്ലെങ്കിൽ ഇല്ല, സക്സസ് ആവും, എനിക്ക് ഉറപ്പുണ്ട്. കണ്ണീരിനിടയിലും അവൾ പറഞ്ഞു. വൈദ്യു, ഞാൻ അന്വേഷിച്ചു. പിന്നെ നടന്നെല്ലാം ഭൂമി പറഞ്ഞു. അമലജ്, അവനാണ് ഇതിന് പിന്നിൽ. ആ പേര് കേട്ടതും വൈദ്യൊന്ന് വേച്ച് വിറച്ചു പോയി. അവൻ അമലജ് നിരഞ്ജന ഇടയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ട്. എന്നിട്ട് നിന്നെ കുറച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ രഞ്ജന ഒന്നും വിശ്വസിച്ചിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. നിന്റെ ആരാവൻ വൈദ്യു? തെല്ലൊരു ആശങ്കയോടാണ് ഭൂമി അത് ചോദിച്ചത്. മറുപടിയായി കിട്ടിയത് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. ഭൂമി ഞെട്ടി. അവൻ അവളെ അടുത്തിരുന്ന് ചേർത്ത് പിടിച്ചു. മോളെ, അവൻ വിളിച്ചു. അവൻ എൻ്റെ കാലിന്. കണ്ണീരോട് അത് പറയുമ്പോൾ അവൾ വിതുമ്പിപ്പോയിരുന്നു. ഭൂമി തരിപ്പോടെ അവളെ നോക്കി. അവന് നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അവൾ പറഞ്ഞു തുടങ്ങി. അമലജ്, അവൻ കോളേജിലൊരു സീനിയറായിരുന്നു, ഒരു തനിനാടൻ കോഴി. അങ്ങനെയൊക്കെ എന്നെ അവൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ ഡിസ്റ്റർബ് ആയപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ഇഷ്ടമാണെന്ന്, കൂടെ പോരാമോ എന്ന്. സത്യമായിട്ട് എനിക്ക് ദേഷ്യം വന്നിരുന്നു. അവൻ്റെ സ്ഥിരം പരിപാടി അല്ലാതെങ്കിലും ഞാനൊന്ന് പ്രേമിക്കാനൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എൻ്റെ പഠനം അത് മാത്രമായിരുന്നു എനിക്ക് പ്രധാനം.
ഞാനത് പറഞ്ഞു. അപ്പോൾ അവൻ ദേഷ്യത്തോടെ പോയി. പിന്നെ ഫോളോ ചെയ്തെങ്കിലും അതെല്ലാം മുന്നിൽ കണ്ട് ഞാൻ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ ഇരിക്കെ കോളേജ് ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് ഞാൻ എന്തോ മത്സരത്തിന് വേണ്ടി മുകളിലേക്ക് പോയതായിരുന്നു. അപ്പോഴാണ് അമലജി എനിക്ക് കുറുകെ വന്ന്. ഞാൻ മാറാൻ പറഞ്ഞു. അവൻ അവിടെ തന്നെ നിന്നു. അവനെ തള്ളിമാറ്റി പോകാൻ നിന്നും അവനെന്നെ വലിച്ച ഭിത്തിയോട് ചേർത്തിരുന്നു. അമലജ് കൈവിട്. നിനക്കെന്നെ പ്രേമിക്കാൻ വയ്യടി? ഇല്ല, എനിക്ക് വയ്യ, ദേഷ്യത്തിൽ പറഞ്ഞു. എന്നത് വേണ്ട, ഒരു രാത്രിയിൽ നിനക്ക് എനിക്കായി തന്നൂടെ? അടുത്ത നിമിഷം അവൻ തെറിച്ചു പോയിരുന്നു. വൈദ്യു സർവ്വശക്തിയും എടുത്ത് അവൻ ഇടിച്ചതായിരുന്നത്. വീണെടുത്തുനിന്ന് എണീറ്റ് പകയോടെ അവൻ എന്നെ നോക്കി. നീ എന്നെ തള്ളിയല്ലേ? അതെ, തള്ളി. വേണേ തല്ലു. കാണണം. അടുത്ത നിമിഷം അവൾ അവിടെ കിടന്ന വടിയെടുത്ത് അവന്റെ പുറത്തും വയറിലും അടിച്ചിരുന്നു. അവൻ അലറി. ദേഷ്യത്താൽ അവൻ എണീറ്റ് അവളുടെ നേരെ വന്നു. അവളുടെ കയ്യിൽ ഉറപ്പുള്ള വടി കൈക്കലാക്കിയിരുന്നു. അവൻ അടുത്തേക്ക് അതുമായി വരുന്നതിനനുസരിച്ച് ഞാൻ പിന്നോട്ട് ചുവടുവെച്ചു. അമലജി പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഇനി പോവാൻ സ്പേസ് ഇല്ലെന്ന് കണ്ടതും വൈദ്യ അവനോട് കേണു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടി? എന്നാ എന്നെ ഇഷ്ടമാണെന്ന് പറ. ഞാനില്ലെന്ന് തലയാട്ടി. എന്നാ അങ്ങനെയാണോ? എനിക്ക് വേണ്ടാത്ത ആർക്കും വേണ്ടടി. അത് പറയലും ആ നിലയിൽ നിന്ന് അവൻ എന്നെ തള്ളിയിടൽ ഒരുമിച്ചായിരുന്നു. പറഞ്ഞു നിർത്തിയത് അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ താഴേക്ക് പതിച്ചു. ഭൂമി ഞെട്ടിലോടെ ഇരുന്നു. അപ്പോ അവനാണോ നിന്റെ അവസ്ഥ കാരണം? അവളുടെ കാലുകളിലേക്ക് നോക്കി അവൾ തലയാട്ടുമ്പോൾ ദേഷ്യം അടക്കാനാവാതെ ഭൂമി ചുമരിലിടിച്ചു. എന്നിട്ട് നീ എന്ത് ആ റാസ്കൽ എന്തൊരു പരാതി കൊടുക്കായിരുന്നു? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ആഗ്രഹമില്ലായിട്ടല്ല, അവൻ പറഞ്ഞ് കേസാക്കിയ എൻ്റെ അച്ഛൻ്റെ ജീവനെടുക്കുന്ന. അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ മടിയില്ലാത്തവനാ. അവന് വലിയൊരു ഗ്യാങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ. അവൾ കരച്ചിലോടെ പറഞ്ഞു. പിന്നെ ഞാനൊന്നിനും പോയിട്ടില്ല. ദേഷ്യം വാശിയല്ല അച്ഛന് വേണ്ടി മറന്നു. പക്ഷെ അതോടെ എൻ്റെ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നു, എൻ്റെ ഡോക്ടറേറ്റിംഗ് പഠനം. അവൾ പറഞ്ഞു കേട്ട് അവനിൽ അതിശയമായിരുന്നു. അതാണോ അന്ന് അച്ഛൻ പറഞ്ഞ നിന്റെ സ്വപ്നം? അവൾ അതേന്ന് തലയാട്ടി. അതവിടെ നിർത്തി. പിന്നെ പോകാൻ തോന്നിയില്ല. എന്തോ വല്ലാത്ത പ്രയാസമായിരുന്നു. അമലജിനോടുള്ളിൽ തീരാത്ത ദേഷ്യമുണ്ടെങ്കിലും പുറത്ത് കാണിച്ചില്ല, അച്ഛന് വേണ്ടി. അന്ന് അവനെന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു നോക്കിയത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാനന്ന് രക്ഷപ്പെട്ട്. അതുകൊണ്ട് അവൻ നിർത്തിയില്ല. ചട്ടുകാരിയായ എനിക്ക് കല്യാണം വന്ന് അവൻ അത്ഭുതമായിരുന്നു. അതുകൊണ്ടാവാം അവൻ രഞ്ജുവേട്ടനെ കണ്ട് മുടക്കാൻ നോക്കിയത്. ഇപ്പോഴത്തെ രഞ്ജുവേട്ടനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനിങ്ങനെ എന്നെ കൊല്ലാതെ കൊല്ലുന്നു? പറയുമ്പോൾ കണ്ണിൽ നിന്ന് നീർത്തുള്ളി കടന്നു വീണിരുന്നു. അവള് നമുക്ക് കൊടുക്കാൻ വൈതു. രഞ്ജുവേട്ടനെ കൊണ്ടുപോയിട്ട് മണിക്കൂറുകളായി. ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. അവൾ കണ്ണീരോടെ പറഞ്ഞു. പെട്ടെന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അതിൽ നിന്നിറങ്ങി വരുന്ന ഡോക്ടർ പ്രസാദിനെ കണ്ട് അവരൊന്ന് ഞെട്ടി. കണ്ണൊക്കെ ആകെ ചുവന്നു വരുന്ന മുഖം അവരുടെ ഉള്ളിൽ ഭീതി പടർത്തി. ദൈവമേ, എൻ്റെ ഏട്ടൻ എന്തെങ്കിലും. ആൾക്ക് ശ്വാസമെടുക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ, എൻ്റെ ഏട്ടന്. വൈദ്യുവിന്റെ ചോദ്യത്തിന് ഡോക്ടർ മറുപടി പറഞ്ഞില്ല. അത്രയും പറഞ്ഞിർത്തവേ വൈദ്യുവിന്റെ കണ്ണിൽ കണ്ണീര് ഉരുണ്ടുകൂടി. അവൾ തന്നെ മുന്നിലിരിക്കുന്ന എല്ലാവരെയും നോക്കി. പിന്നെ എന്താ ഉണ്ടായത് ഡോക്ടർ? അവൾക്ക് നേരെ ഉയർന്നു വന്ന ചോദ്യമായിരുന്നത്. പിന്നെ എൻ്റെ കാലിനുള്ള ചെക്കപ്പിന് പോയി. എല്ലാ മാസവും കൃത്യമായി തെറാപ്പികളെല്ലാം ചെയ്തിട്ടും നടക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടറേറ്റിംഗ് ഒരു സ്വപ്നമായിട്ട് മാറിയപ്പോൾ കൂടെ നിന്ന് ഏട്ടനായിരുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ഏട്ടനെ തോളിൽ പിടിച്ചായിരുന്നു പ്രതീക്ഷ ഒട്ടുമില്ലാതെ ആദ്യത്തെ ചുവടുവെച്ച്. പക്ഷെ അപ്രതീക്ഷിതമായി ചുവടുവെച്ചപ്പോൾ കാലുമെല്ലാം ചലിക്കും പോലെ തോന്നി. ഇതുവരെ നോക്കിയിട്ടില്ല പറ്റുമെന്ന്. ഡോക്ടർ പറഞ്ഞപ്പോൾ അതുപോലെ അങ്ങനെ അനുസരിച്ചു. മേലെ ഏട്ടനെ തോളിൽ പിടിച്ച് കൊടുക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീരിൻ്റെ ഉറവ പൊട്ടി ഒഴുകിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും നടക്കാൻ കഴിഞ്ഞതോർത്ത് സന്തോഷം അടക്കാനാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ച് ഏട്ടനായിരുന്നു. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ എന്നും ഒരു സ്ത്രീ ഉണ്ടാവും. പക്ഷേ ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിലും ഒരു പുരുഷനുണ്ടെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പിന്നെ തുടർന്ന് പഠിച്ചു. എൻട്രൻസ് എക്സാം എഴുതി വിജയിച്ചു. ഡോക്ടർ പട്ടം വാങ്ങി. ഇപ്പോൾ ഇവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു കൊടുക്കാൻ പറ്റി. അവൾ പറഞ്ഞുകൊണ്ട് മുന്നിലിരിക്കുന്ന സിസ്റ്റേഴ്സിനെ നോക്കി. ഏവർക്കും പ്രിയപ്പെട്ട വളരെ പ്രശസ്തയായ ഡോക്ടർ വൈദേഹിയാണ്. അല്ല പിന്നെ ആ ഏട്ടൻ രഞ്ജുവേട്ടൻ എന്ത് പറ്റി? അത് കേൾക്കെ വൈദ്യുവിൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു. ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ. വാട്ട് ഇസ് ഇറ്റ് മിറാക്കിൾ? അവളതിന് ചിരിച്ചു. അതിലെ പറഞ്ഞ് ഏട്ടൻ എല്ലാത്തിനും കൂടെ നിന്നുവെന്ന്. അപ്പം ഏട്ടൻ എന്ന് പറഞ്ഞ് രഞ്ജുവേട്ടനായിരുന്നോ? ഞങ്ങൾ ഭൂമിയേട്ടനാണെന്നാണ് കരുതിയത്. പിന്നെന്താ സംഭവിച്ചത്? അവൾ ഓരോന്നോർത്ത് പറഞ്ഞു തുടങ്ങി. ഡോക്ടർ ഒന്ന് പറ. വൈദ്യുവിൻ്റെ ശബ്ദത്തിൽ കരച്ചിലിൻ്റെ ചീളുകൾ മുഴങ്ങി. ഓപ്പറേഷൻ സക്സസ് ആണ്. നിറഞ്ഞ കണ്ണുകളോട് അവരത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് വൈദ്യുവിൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഒരാളുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഇത്രക്കും ഇമോഷണലി നിന്ന് പോകുന്നത്. കാരണം എനിക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു ഓപ്പറേഷനായിരുന്നു. ഒരു ട്രൈ മാത്രമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സക്സസ് ആയി. ഗോഡ് ഈസ് ഗ്രേറ്റ്. അവന് പ്രതീക്ഷ ഉണ്ടാവാം വിജയിച്ച്. എല്ലാം ക്ലിയർ ആകുമ്പോഴും അവൻ്റെ ശ്വാസകോശങ്ങൾ ഉയർന്നു കഴിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ മെഡിക്കൽ മിറാക്കിൾ എന്ന് തന്നെ പറയാം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ മുതൽ അവന് നാവ് ഉച്ചരിച്ച് വൈദ്യു എന്ന 2 അക്ഷരം മാത്രമാണ്. അവൻ്റെ ശ്വാസം പോലും അതാണ്.
എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പ്രണയിക്കാൻ? ഒരു ചിരിയോടെ ഡോക്ടർ ചോദിക്കുമ്പോൾ വൈദ്യു അപ്പോഴും അവിടെ സന്തോഷം കൊണ്ട് തറഞ്ഞിരിക്കുകയാണ്. ഭൂമി അവളെ തട്ടി വിളിച്ചു. അവൾ സ്വബോധം വീണ്ടെടുത്ത് ഡോക്ടറെ നോക്കി. ഡോക്ടർ, എനിക്ക് ഏട്ടനൊന്ന് കാണാൻ പറ്റുമോ? കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ ചോദിക്കവേ പുഞ്ചിരിയോടെ തലയാട്ടിയിരുന്ന ഡോക്ടർ അവൾ മേലെ വീൽ ചെയറുമായി നിരഞ്ജന്റെ അരികിലേക്ക് നടന്നു. ഒരുപാട് മെഷീനറികൾക്കിടയിൽ കിടക്കുന്ന അവനെ തന്റെ മാത്രം പ്രണയത്തെ അവളൊന്ന് നോക്കി. മെല്ലെ ആ കയ്യിൽ കൈ ചേർത്തു. അവൻ മെല്ലെ കണ്ണു തുറന്നു. വൈദ്യു, അവൻ നേർത്ത സ്വരത്തിൽ വിളിച്ചു. ഏട്ടാ. അവൾ അവനെ കണ്ണീരോടെ നോക്കി. ആ കണ്ണുനീർ സങ്കടത്തിൻ്റെതല്ലായിരുന്നു, സന്തോഷത്തിൻ്റെതായിരുന്നു. തന്റെ പ്രാണൻ തിരിച്ചു കിട്ടിയ സന്തോഷം. അവൾ അവന്റെ കൈ പിടിച്ച് ഏങ്ങി കരയാൻ തുടങ്ങി. പതിയെ പതിയെ അതൊരു പൊട്ടിക്കരച്ചിലായി മാറിയിരുന്നു. അവന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പിയിരുന്നു. വൈദ്യു, അവൻ വിളിച്ചു. സങ്കടം കൊണ്ട് പറയല്ലേ ഏട്ടാ, ഞാൻ സന്തോഷം കൊണ്ട്, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട്. അവൾ മേലെ കുനിഞ്ഞവന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. അവനത് കണ്ണടച്ച് ഏറ്റുവാങ്ങി. വൈദ്യു, ഞാൻ മനഃപൂർവ്വമല്ലൊന്നും. വേണ്ട, എല്ലാം അറിയാം. ഡോക്ടർ ചായച്ച് ഓർമ്മ പോയതും എല്ലാം ഏട്ടനെ ആദ്യം അവഗണിച്ച് അറിഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ പിന്നെയുള്ള ഇയാൾ ഏട്ടനെ ഡിപ്രഷനിലാക്കിയാണെന്ന് എനിക്കറിയാം. അവഗണിച്ചെങ്കിലും കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കാറില്ലായിരുന്നു ഏട്ടൻ. ആകെ നോവിപ്പിച്ചത് ഒരേ ഒരു വാക്കാണ്, തേപ്പ് കിട്ടി. കണ്ണീരോടെ അവനവളെ നോക്കി. അത് അന്ന് നിന്നിൽ നിന്ന് അകലാൻ വേണ്ടിയായിരുന്നു. അമലജ എന്നോട് പറഞ്ഞ് നീ അവനായിട്ട് പ്രണയത്തിലായിരുന്നു, അവനെ നീ ചതിച്ച് തേച്ചതാണെന്നാ. നീ ചോദിച്ചാൽ പറയാലോ എന്ന് കരുതി, അല്ലാതെ ഞാനൊന്നും. പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ അവന്റെ ചുണ്ടും വിതുമ്പിപ്പോയിരുന്നു. അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കരയരുതെന്ന് വിലക്കി. എന്റെ ഏട്ടന്റെ ചിരി കാണാനാണ് ഞാൻ കൊതിച്ച്. എനിക്കറിഞ്ഞാലേ ഞാനും കരയും. ആണോ? കുസൃതിയോട് അവൾ പറഞ്ഞതും അതേ കുസൃതിയോട് അവൻ മറുചോദ്യം ഉന്നയിച്ചിരുന്നു. പിന്നെ അവൾ ഒരു ചിരി മുഴങ്ങിക്കഴിഞ്ഞു. ഈ രംഗങ്ങൾ വാതിലെ ഗ്ലാസിന്റെ ഉള്ളിലൂടെ ഭൂമി കാണുന്നുണ്ടായിരുന്നു. ദി പ്രസൻസ് ഓഫ് എ ലവ്ഡ് വൺ, ദർ ഈസ് നോട്ട് ഗ്രേറ്റർ മെഡിസിൻ ഇൻ ദി വേൾഡ്. അവന്റെ ചുണ്ടുകൾ പുഞ്ചിരിയോടെ മന്ത്രിച്ചു. ഓ ഗോഡ്, അപ്പൊ രഞ്ജുവേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ? എല്ലാവരും അതിശയത്തോടെ ചോദിച്ചു. ഉണ്ട്, പിന്നെ രഞ്ജൻ ട്രീറ്റ്മെന്റ് കൊണ്ടും ഇവളുടെ സ്നേഹവും പരിചരണവും കൊണ്ടും പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങോട്ട് കടന്നു വന്നിട്ട് ഭൂമിയായിരുന്നു അത് പറഞ്ഞത്. അവന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. സിസ്റ്റേഴ്സ് അവൻ അറിയാതെ നോക്കി. ഭൂമിയേട്ടനാ? വൈദ്യായിരുന്നു പറഞ്ഞു. അവരെല്ലാവരും അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവൻ തിരിച്ചു. ഏട്ടൻ ഇപ്പൊ എന്തിനാ വന്ന് അത് ഹോസ്പിറ്റലിലേക്ക്? അവൾ ചോദിച്ചു. ഓ, എന്റെ പുന്നാറ ഡാർലിംഗില്ലേ എന്ന് വെച്ചാൽ നിന്റെ കെട്ടിയോനെ, പിന്നെ നിന്റെ പൊന്ന് ആദിമോനും അമ്മയുടെ എന്ന് കടന്ന് ബഹളം വെക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പൊ നിന്നെ കൂട്ടിച്ചെല്ലാം പറഞ്ഞേച്ചാ. അവിടെ കളപ്പുറത്ത് കാത്തിരിപ്പുണ്ട് അവൻ പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി. ഭൂമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്ത് നാണത്തിന്റെ ഒരു ചുവപ്പ് അറിയാതെ പടർന്നിരുന്നു. സിസ്റ്റേഴ്സ് അവളെ ചിരിയോടെ നോക്കി. അപ്പൊ അവരുടെ ഇടയിൽ മോനും വന്നോ? പിന്നെ 3 വർഷം മുമ്പ്. അതാണ് ആദിദേവ്, ഞങ്ങളുടെ ആദി. ചേച്ചി വേഗം വരുമോ? വൈദ്യുവിന് പ്രിയപ്പെട്ട അനു സിസ്റ്ററായി എന്ന് ചോദിച്ച്. അറിയത്തില്ല അനുമോളെ. ചിരിയോടെ പിന്തിരിഞ്ഞത് പറയുമ്പോൾ അനുവും ചിരിച്ചു പോയിരുന്നു. അല്ല ഡോക്ടർ, ഒരു ഡൗട്ട്. പോവാൻ നിൽക്കുമ്പോൾ സിസ്റ്റർ അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ സിസ്റ്റർ? അവൾ ചോദിച്ചു. അത് പിന്നെ ആ ഡോക്ടർ നന്ദനെയും അമലജിനെയും ഒക്കെ രഞ്ജുവേട്ടൻ വെറുതെ വിട്ടോ? അങ്ങനെ അങ്ങ് വെറുതെ ഇടാൻ പറ്റുമോ? ആ മറുപടി പറഞ്ഞ് ഭൂമി തന്നെയായിരുന്നു. അവരവനെ നോക്കിയതാവൻ പറഞ്ഞു. രഞ്ജൻ സുഖം പ്രാപിച്ച ശേഷം അവൻ ആദ്യം തേടിപ്പോയത് അമലജിനെയായിരുന്നു. പക്ഷെ അമലജിനൊന്നും ചെയ്തില്ല. കാരണം എന്തെന്നാ, അമലജ അപ്പോഴേക്കും ഒരു ഭ്രാന്തനായി മാറിയിരുന്നു. വാട്ട്? യെസ്, അവനെങ്ങനെയൊക്കെയാണെങ്കിലും അവന്റെ ജീവനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അവന്റെ പെങ്ങള്. പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ പെങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അതിന്റെ ഷോക്കാൻ അവനാകെ തളർന്നൊരു ഭ്രാന്തനായി മാറി. അവന്റെ ഭാര്യ പോലും അവനെ ഉപേക്ഷിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. അച്ഛനും അമ്മയെ നന്നായിട്ട് നോക്കുമെങ്കിലും അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതോടെ അവനെ മെന്റൽ ഹോസ്പിറ്റലാക്കി. അവൻ തന്നെ സ്വയം ഒന്ന് മരിച്ചില്ലെങ്കിലെന്ന് പറയുക, അത്രയ്ക്ക് മോശമാണ് അവസ്ഥ. എത്ര ശത്രുവാണെങ്കിലും ആപത്തിൽ കൂടുതൽ മുക്കിത്താഴ്ത്താൻ മാത്രമുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അവന്റെ കുടുംബത്തിനെ സഹായിച്ച് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ നന്ദൻ? അയാൾ വെറുതെ വിട്ടില്ല. കാരണം ഡോക്ടർ എന്നാൽ വെറും ഒരു വ്യക്തിയല്ല. ഡോക്ടർ എന്നാൽ ഓരോ രോഗികൾക്കും ഒരു വിശ്വാസമാണ്. തങ്ങളുടെ വിശ്വാസം അവരിൽ അർപ്പിക്കുകയാണ്. ആ വിശ്വാസത്തെ അവരെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അതിന് ബിസിനസ്സായി കാണുന്ന നന്ദനെ പോലീസിൽ ഏൽപ്പിച്ചു. തെളിവായിട്ട് അന്ന് അയാൾ പറഞ്ഞ വീഡിയോ റെക്കോർഡെല്ലാം ഉണ്ടായിരുന്നു. അവനെ ഞങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ അവന് 7 വർഷം തടവ്. അതിൽ കുറഞ്ഞ ശിക്ഷയിൽ നിന്ന് ജഡതി എന്നെ തീരെഴുതിയിരുന്നു. ഭൂമി പറഞ്ഞെടുത്ത് എല്ലാവരെയും നോക്കി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും, ഭൂമിയിൽ വെച്ച് തന്നെ. അത് കേട്ട് എല്ലാവരും അല്പം നിശബ്ദമായി. പിന്നെ അവൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങി. കാർ പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് ആമിയെയും ശക്തിയെ അവൾ കണ്ടത്. ശക്തികുട്ടി? വൈദ്യു ചിരിയോടെ നീട്ടി വിളിച്ചവും ശക്തി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വൈദ്യു? അവൾ ചിരിയോടെ വിളിച്ചു. ശക്തികുട്ടി എങ്ങോട്ടാ? അവൾ ശക്തിയുടെ താളിൽ പിടിച്ച് ചോദിച്ചു. വൈദ്യു എങ്ങോട്ടാണ്? അങ്ങോട്ട്. ശക്തി പറഞ്ഞു. അവരെല്ലാവരും ചിരിച്ചു. എന്നാ പോവാം, വാമി. വൈദ്യു വിളിച്ചത് ആമിയും കയറി. ആമി ഭൂമിയുടെ ഭാര്യയാണ്. ശക്തി പിന്നെ അവരുടെ കുഞ്ഞല്ല. ആമിക്ക് പ്രസവിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവർ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്താണ് അവള്. പക്ഷെ അവർക്ക് എല്ലാവർക്കും വലിയ സ്നേഹമാണ്. നിരഞ്ജനും ഭൂമി മാത്രമല്ല, അവളും ഡാർലിംഗ് തന്നെയാണ്.
കാറിൽ ചെന്ന് നിന്ന് ഒരു കടൽ തീരത്തായിരുന്നു. അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വൈദു കണ്ടു തങ്ങൾക്കരിയിലേക്ക് നടന്നു വരുന്ന നിരഞ്ജനെ. അവന്റെ കയ്യിൽ ചിരിച്ച് തൂങ്ങിക്കൊണ്ട് അവനും ഉണ്ടായിരുന്നു. ആദിദേവ് തങ്ങളുടെ പ്രണയത്തിന്റെ സാക്ഷി. നിരഞ്ജന്റെ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്ന തന്നിലാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ഇറങ്ങി അവന്റെ അരികിലേക്ക് ഓടി. അവൾ വരുന്ന കണ്ട് കൈകൾ വിടർത്തി കാട്ടി ചിരിയോടെ മുന്നോട്ട് വന്നു. അവൾ അവനെ കെട്ടിപ്പിടിക്കാനാഞ്ഞതും നിരഞ്ജൻ അവിടുന്ന് തെന്നി മാറിയിരുന്നു. അവളൊന്ന് നോക്കിയപ്പോൾ കണ്ടു കൈയും കെട്ടി തന്നെ നോക്കി ചിരിക്കുന്ന നിരഞ്ജനെ. അവളുടെ കണ്ണുകൾ കൂർത്തു വന്നു. അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞടക്കവേ അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു. ഒപ്പം ആദിയെയും. വൈദുവും ആദിയെ കെട്ടിപ്പിടിച്ചു. ഞാനൊരു തമാശ കാണിച്ചല്ലേ, അവനിങ്ങനെ പിണങ്ങണോ? ചിരിയോടെയുള്ള അവന്റെ ചോദ്യത്തിൽ തീർന്നിരുന്നു അവളുടെ പിണക്കം. ആദിയും ചിരിച്ചു. നീ കട്ടുറുമ്പേ, നീ ഞങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പാൻ പോലെ അവരുടെ ഇടയിലേക്ക് പോവല്ലേ, അവിടെ നിൽക്ക്. ഓടുന്ന ശക്തിയെ പിടിക്കാൻ ഭൂമി പിറകെ ഓടി. പക്ഷെ അപ്പോഴേക്കും ശക്തി അവർക്കരികിലേക്ക് എത്തിയതും വൈദൂരി ശമ്മരോട് അവനിൽ നിന്ന് അകന്നു മാറിയിരുന്നു. ഡാർലിംഗ്, നിരഞ്ജനെ കണ്ടപാടെ ശക്തി കെട്ടിപ്പിടിച്ചു. ആഹാ, നീയും വന്നോ? ആ, ഏതായാലും ഇങ്ങോട്ടേക്കല്ലേ, എന്റെ പ്രൊഡക്ഷനെയും കൂട്ടാന്ന് കരുതി ഭൂമി ചിരിയോടെ പറഞ്ഞു. ശക്തിക്കുട്ടി അച്ഛൻ വഴക്ക് പറഞ്ഞു. നിരഞ്ജൻ ഭൂമിയെ പാളി നോയി ചോദിച്ചു. ഒത്തിരി. ശക്തി കള്ളക്കണ്ണീർ വരുത്തി. എടി കട്ടുറുമ്പേ, എല്ലാത്തിനും എന്നെ വേണം, അവസാനം ഒറ്റുകയും ചെയ്യും. നിക്കടിയോടെ. ഭൂമി അവളുടെ പിറകെ വന്ന് അവൾ ഓടിയിരുന്നു. മോനെ അമ്മയെ കാത്ത് മുഷിഞ്ഞ കുഞ്ഞാദിയുടെ കവളിൽ പിടിച്ച് വൈദ്യ ചോദിച്ചു. അവൻ ചുണ്ടു വിളത്തി തലയാട്ടി. എന്നിട്ട് അവളുടെ കവളിൽ അമർത്തി മുത്തി. ഓ, അവന് അമ്മ കഴിഞ്ഞല്ലേ ഞാനുള്ളൂ. നിരഞ്ജൻ പരിഭവത്തോടെ പറഞ്ഞതും ആദി ചിരിച്ചുകൊണ്ട് അവനൊരു ഉമ്മ കൊടുത്തു. നിരഞ്ജന്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞതും ആദിയും വൈദ്യവും ചിരിച്ചു. അങ്ങനെ തമാശകൾ പറഞ്ഞ് ശക്തിയോടൊപ്പം വൈദ്യനോടൊപ്പം ചിരിയോടെ ആ സമയവും കടന്നുപോയി. വീട്ടിലെത്തിയും വൈദ്യുവെല്ലാം പറഞ്ഞു കൊടുത്തു. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സിസ്റ്റേഴ്സ് ചോദിച്ചതും പറഞ്ഞതും എല്ലാം. നിരഞ്ജന നെഞ്ചിൽ തലയാഴ്ച കിടക്കുകയായിരുന്നു അവൾ. ഒപ്പം ആദ്യം അവരുടെ തണലിൽ ഉറങ്ങുകയും ചെയ്തിരുന്നു. വൈദ്യു, ഞാൻ കാര്യം ചോദിക്കട്ടെ? അവനവളുടെ കണ്ണിലേക്ക് നോക്കി. അതിനെന്താ മുഖവര, ചോദിച്ചോ? അവൾ അതേ ടോണിൽ ചിരിയോടെ മറുപടി നൽകി. അതെനിക്ക് സീരിയസ് അല്ലായിരുന്നോ? അപ്പൊ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? അത് കേട്ട് വൈദ്യൊന്ന് ചിരിച്ചു. ഇല്ല രഞ്ജുവേട്ടാ, ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു രഞ്ജുവേട്ടൻ തിരിച്ചു വരുന്നു. നമ്മുടെ പ്രണയം വസന്തങ്ങൾ തീർക്കാൻ പ്രണയ തുലാമഴയായി എന്നിലേക്ക് വർഷിക്കുമെന്ന്. ഇനി അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പോലും രഞ്ജുവേട്ടൻ്റെ കൂടി വൈദ്യം ഉണ്ടായേനെ. ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും എന്നും നമ്മൾ ഒന്നായിരിക്കും. അവൻ്റെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനിയും ജീവിക്കണം, ഈ ആയുസ് മുഴുവൻ നിന്നോടൊപ്പം ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കണം. ചിറകുകൾ ഒന്നിച്ചിട്ടടിച്ച് അങ്ങ് ദൂരെ ദൂരെ ആകാശങ്ങൾക്ക് ഇപ്പുറത്തേക്ക് പറന്നുകൊണ്ടേയിരിക്കും. നിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം ചിറകിട്ടടിക്കാൻ ഈ നിരഞ്ജന കൂടെ ഉണ്ടാവും. പിന്നെ കൂടെ നമ്മുടെ മക്കളും ഒന്നായി. അതും പറഞ്ഞവൻ അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി അത്യധികം പ്രണയത്തോടെ. ഇരുവരുടെ കണ്ണിൽ അവർ മാത്രം നിറഞ്ഞിരുന്നു. അവൻ അവളിലേക്ക് പ്രണയമഴ പോലെ പെയ്തിറങ്ങി. ശാന്തമായി, സുന്ദരമായി, അത്രമേൽ പ്രണയത്തോടെ, ഇഷ്ടത്തോടെ. പ്രണയച്ചൂടിലൊഴുകുന്ന നെറ്റിലെ വിയർപ്പിനൊപ്പം അവളുടെ സിന്ദൂരവും കലർന്നു. ജനലിലൂടെ വരുന്ന നിലാവിന്റെ വെളിച്ചത്തിൽ അവൾ എന്ന പെണ്ണിനെ അറിഞ്ഞവൻ തന്റെ പ്രണയം മറ്റൊരു വികാരത്തിൽ പെയ്തിറക്കി അവളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി. മനസ്സിൽ ഒന്ന് മാത്രം, പ്രണയം, അവളോടുള്ള പ്രണയം. പ്രതിസന്ധികളെല്ലാം പ്രതീക്ഷ കൊണ്ടും വിശ്വാസം കൊണ്ടും തരണം ചെയ്ത് മരണത്തെ പോലും തോൽപ്പിച്ച പ്രണയം. അവരുടെ പ്രണയനദി ഒഴുകിക്കൊണ്ടേയിരിക്കും, വറ്റാത്ത ഉറവ പോലെ, ഒന്നായി, ഒരു മനമായി, ഒരു മെയ്യായി.